പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. റബൂൽ ഹമറ ഖീര മിയല ബറഹ കൽമുറ ഖീര മലഹറ ബലമകാര ഖീര മിയല ബുറ അല്ലബ ഹിയല ബല ലബിയല ബല. ഞാനാകുന്നു ജ്ഞാനം, ഞാനാകുന്നു രക്ഷ, ഞാനാകുന്നു നിത്യജീവൻ. എൻ്റെ നിത്യജീവന്റെ ഉറവിടം എൻ്റെ പ്രബോധനമാണ്. എൻ്റെ പ്രബോധനത്തിൽ നിങ്ങൾ വേരുപാകുവിൻ. എൻ്റെ പ്രബോധനം പഠിക്കുവിൻ. എൻ്റെ ജ്ഞാനത്തിലൂടെ പഠിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനസ്ഥാനത്തിൽ എൻ്റെ ജ്ഞാനം അടങ്ങിയിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്. എൻ്റെ പ്രബോധനത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ നിങ്ങളിൽ ജ്ഞാനം വർദ്ധിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ പ്രബോധനം പഠിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ ശക്തമായി ഉപയോഗിക്കും. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, hallelujah, thank you Lord, praise you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Lord, praise you Jesus, hallelujah, hallelujah, hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമ്മൾക്ക് ആരാധിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60, 63, 66 ആ 3 വചനങ്ങൾ നമ്മൾക്ക് വായിച്ചുകൊണ്ട് നമ്മൾക്കിത് ആരംഭിക്കാം. നിത്യജീവൻ്റെ വചസ്സുകൾ. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ ഏറെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അപ്പോൾ ഈ വചനഭാഗം അല്ലെങ്കിൽ ഈ സുവിശേഷഭാഗം യേശു ക്രിസ്തു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഇതെൻ്റെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന എൻ്റെ ശരീരമാകുന്നു എന്ന ആ പ്രബോധനത്തിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്, സുവിശേഷ ഭാഗം അല്ലേ. അപ്പോൾ എപ്പോഴും വിശുദ്ധ കുർബാന എന്ന കൂദാശ എപ്പോഴും അന്നും ഇന്നും അതൊരിടർച്ച തന്നെയാണ്. ചില ആളുകൾക്ക് അല്ലേ, ചില ആളുകൾക്ക് അത് ഇടർച്ചയാണ്. ഇന്നും മറ്റൊരു രീതിയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ഇടർച്ച. അപ്പോൾ അതിൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്, ഞാനൊരു വൈദികനായ ഒരു സുഹൃത്തായ വൈദികനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റു സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണം അവിടെ ഉണ്ടായി. അതായത് എങ്ങാടെങ്കിലും തിരിഞ്ഞ് ബലിയർപ്പിച്ചാൽ പോരെ എന്നുള്ള ഒരു സംഭാഷണം ലത്തീൻ റീത്തിൽപ്പെട്ട അദ്ദേഹം ഇങ്ങനെ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ എന്താ പറയുക,
എങ്ങാടെങ്കിലും ഒരു ബലിയേ ഉള്ളൂ, എങ്ങാടെങ്കിലും തിരിഞ്ഞത് അർപ്പിച്ചാൽ പോരെ എന്നുള്ള ഒരു സംഭാഷണം ഉണ്ടായപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ മന്ത്രിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, 2 ശ്വാസകോശങ്ങൾ അല്ലേ, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഇത് കണ്ടോ, കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഇത്. ഈ കവർ പേജ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാനത് PDF ഇതിങ്ങനെ ആക്കിയെടുത്തതാണ്. ശരിക്കും ഒറിജിനൽ ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ലഭിക്കില്ല, ഇത് പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ലഭിക്കില്ല. അപ്പോൾ ഞാനത് PDF ഞാനതിങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ എന്താണ്, പൗരസ്ത്യ ക്രിസ്തീയതയെ അറിയുന്നത് ഒരു വിശ്വാസ അനുഭവം എന്ന് പറഞ്ഞിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ തുടക്കം തന്നെ ഹെഡ്ലൈൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പരാമർശിച്ചൊരു വാക്കാണല്ലേ 2 ശ്വാസകോശങ്ങൾ. 2 ശ്വാസകോശങ്ങൾ എന്തിന്? സഭയ്ക്ക് 2 ശ്വാസകോശങ്ങളായുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്? 2 പാരമ്പര്യങ്ങളെയാണ്, അല്ലെങ്കിൽ അതെന്താണ്? പാശ്ചാത്യവും പൗരസ്ത്യവും. അപ്പോൾ ഈ 2 പാരമ്പര്യങ്ങൾ, കിഴക്കും പടിഞ്ഞാറും, പാശ്ചാത്യവും പൗരസ്ത്യവും. അതായത് കിഴക്കെന്ന് പറഞ്ഞാൽ പൗരസ്ത്യം, പാശ്ചാത്യം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ്. അപ്പോൾ ഈ 2 പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ 2 ശ്വാസകോശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയില്ല. എങ്ങനെ പറയില്ല? എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് ബലി അർപ്പിച്ചാൽ പോരെ എന്നുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരില്ല. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന 1-ാം അധ്യായത്തിൽ 5-ാമത്തെ ഖണ്ഡിക അല്ലെങ്കിൽ 5-ാമത്തെ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കട്ടെ. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൻ്റെ പഠനത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ വ്യത്യസ്ത രീതികളും സമീപനങ്ങളുമാണ് ദൈവിക കാര്യങ്ങളുടെ ഗ്രഹണത്തിലും പ്രഘോഷണത്തിലും അവലംബമാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു പാരമ്പര്യം മറ്റൊന്നിനെ അപേക്ഷിച്ച് ആവിഷ്കൃത രഹസ്യത്തിൻ്റെ ചില വശങ്ങൾ കൂടുതൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് വരാം, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവയെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് വരാം. അതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം കാര്യങ്ങളിൽ വൈവിധ്യമാർന്ന ഈ ദൈവശാസ്ത്ര അവതരണങ്ങളെ പരസ്പര വിരുദ്ധങ്ങളായിട്ടല്ല, പരസ്പര പൂരകങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. എന്നിട്ട് പിന്നെ മറ്റൊരു ഈ ഖണ്ഡികയിൽ തന്നെയുള്ള മറ്റൊരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ വായിക്കട്ടെ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന വിവാദങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും പ്രത്യേകം എടുത്ത് കാണിക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ആര്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. പിന്നെന്താണ് അദ്ദേഹം ആഗ്രഹിക്കണേ? മറിച്ച് ഈ സഭകൾ, അതായത് കിഴക്കും പടിഞ്ഞാറും, പാശ്ചാത്യവും പൗരസ്ത്യവും, ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധന കർമ്മത്തെ ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണേ. അപ്പോൾ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് ബലി അർപ്പിച്ചാൽ മതി എന്ന ഇങ്ങനെ ഒരു നമ്മുടെ ധാരണ, നമ്മുടെ ചിന്താധാര, അത് എങ്ങനെയാണെങ്കിൽ ആ ചിന്താധാരയ്ക്ക് മാറ്റം വരും. എങ്ങനെയാണെങ്കിൽ, അതായത് 2 പാരമ്പര്യങ്ങളെ, കത്തോലിക്ക സഭയിലെ 2 പാരമ്പര്യങ്ങൾ, കിഴക്കും പടിഞ്ഞാറും അല്ലേ. കിഴക്കെന്ന് പറയുമ്പോൾ പൗരസ്ത്യം, പടിഞ്ഞാറെന്ന് പറയുമ്പോൾ പാശ്ചാത്യം. അപ്പോൾ പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ ലത്തീൻ റീത്താണ്. അപ്പോൾ ഈ ലത്തീൻ റീത്തിലേക്ക് ബാക്കി 23 പൗരസ്ത്യ റീത്തുകൾ അല്ലേ, 23 പൗരസ്ത്യ റീത്തുകൾ അടങ്ങിയിട്ടുള്ളതാണ്, ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് കത്തോലിക്ക സഭ. അപ്പോൾ മൊത്തം 24 റീത്തുകളാണ്. അതിൽ അല്ലേ ഏറ്റവും വലിയ റീത്താണ്, സഭയാണ് പാശ്ചാത്യ സഭ അല്ലെങ്കിൽ ലത്തീൻ റീത്ത്. അപ്പോൾ ആ ലത്തീൻ റീത്തിലേക്ക് ബാക്കി 23 വ്യക്തിസഭകളായ പൗരസ്ത്യ അല്ലേ റീത്തുകൾ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ 2 ദൈവശാസ്ത്രങ്ങൾ.
അപ്പോൾ ഇതെല്ലാം CCCയിൽ നിന്ന് നമ്മൾ മറ്റൊരു 1200 എന്ന് പറഞ്ഞ ഗണ്ണിക. അപ്പോൾ അവിടെ നമ്മൾ പതുക്കി ഇത് വായിച്ചു പോകുമ്പോഴും ഇനി തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴൊക്കെയാണ് ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഈ പ്രബോധനവും CCCയിൽ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന പ്രബോധനവും എല്ലാം ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതെല്ലാം അത് ഒരു പരിധി അല്ലേ, ഒരു അവസാനം എത്തുമ്പോഴത്തേക്കുമാണ് അത് കൂടുതൽ നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1200 ഖണ്ഡിക അതും കൂടി ഒന്ന് വായിക്കട്ടെ. ആരാധനാ വൈവിധ്യവും രഹസ്യത്തിൻ്റെ ഏകത്വവും. കണ്ടു, ആരാധനകളിൽ വൈവിധ്യമുണ്ട്, രഹസ്യത്തിൻ്റെ ഏകത്വവും. മനസ്സിലായോ? ആരാധനാ വൈവിധ്യവും രഹസ്യത്തിൻ്റെ ഏകത്വവും. എന്നിട്ട് ആരാധന പാരമ്പര്യങ്ങളും സഭയുടെ കാതോലിക്കത്വവും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് പിന്നെ അടിയിൽ പറയുകയാണ്, ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ, അതായത് ആദിമസഭ മുതൽ അല്ലേ, ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ, അതായത് സഭയുടെ ആരംഭകാലം മുതൽ യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ് ആവർത്തിക്കുന്നത്? ബലിയാണോ അതോ ആഘോഷമാണ്? എന്താണ് ആവർത്തിക്കുന്നത്? അപ്പോൾ ഞാനിത് ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ബലിയാണ് ആവർത്തിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബലിയല്ല ആവർത്തിക്കപ്പെടുന്നത്, എപ്പോഴും ആഘോഷമാണ്. അതിൻ്റെ വിവിധ രൂപങ്ങളിൽ ആ ആഘോഷം ആവർത്തിക്കപ്പെടുന്നു. ബലി ഒന്നേ ഉള്ളൂ, ബലി ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല. എന്നാൽ അതിൻ്റെ ആഘോഷം എന്ത് ചെയ്യുന്നു? അല്ലേ, ആവർത്തിക്കുന്നു. ആഘോഷം ആവർത്തിക്കപ്പെടുന്നു. അതാണ് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. കണ്ടോ? അതിനാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. അപ്പോൾ ആഘോഷമാണ് ആവർത്തിക്കപ്പെടുന്നത്, ബലി ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി, ആരാധനക്രമത്തിന് എന്താണ്? രൂപമുണ്ട്, ഉള്ളടക്കവുമുണ്ട് അല്ലേ? ഫോമും കണ്ടൻറ്റും, രൂപവും ഉള്ളടക്കവും. അപ്പോൾ രൂപത്തിന് വ്യത്യാസം വന്നാൽ, അതായത് ആരാധനക്രമത്തിൻ്റെ രൂപത്തിന് വ്യത്യാസം വന്നാൽ അത് ഇല്ലിസിറ്റ് ആവും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഉള്ളടക്കത്തിന് വ്യത്യാസം വന്നാലോ അത് നോ വാലിഡ് ആവും. നോ വാലിഡ്. മനസ്സിലാവും? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. എങ്ങാട്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് ബലിയർപ്പിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ 1200 ഖണ്ഡികയാണ് ഞാനിപ്പോൾ വായിച്ചത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ. 1201 ഖണ്ഡികയാണ് ഇനി അടുത്തത്. അതും കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി. കണ്ടോ? ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ. കണ്ടോ? അപ്പോൾ 2 പാരമ്പര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വായിക്കുന്നത് നമുക്കിപ്പോൾ തന്നെ അത് മനസ്സിലാവില്ല. അതതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പതുക്കെ നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലാകും. ഈ ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അത് കൂടുതൽ മനസ്സിലാവും. ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം കണ്ടോ? ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും കണ്ടോ? ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കണ്ടോ? സഭകൾ അവയുടെ ആരാധന പാരമ്പര്യങ്ങൾ വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു.
അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതിപ്പോൾ 1200, 1201 എന്നീ രണ്ട് ഖണ്ഡികകളാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. അത് മനസ്സിലാകുന്നത് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പതുക്കെ പോകുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ആമേൻ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 6 ലിറ്റർജി കുടുംബങ്ങളുണ്ട്. ഈ 24 റീത്തിന് എന്താണ് 6 ലിറ്റർജി കുടുംബങ്ങളാണല്ലേ, 6 ലിറ്റർജി കുടുംബങ്ങൾ അല്ലേ, 6 ലിറ്റർജി കുടുംബങ്ങൾ. അപ്പോൾ അത് ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് വായിക്കട്ടെ. അത് നിങ്ങൾക്കൊരു നിങ്ങൾക്കത് പെട്ടെന്ന് ആ 6 അല്ലേ, 6 എന്തെന്നാണ് ആരാധനക്രമ കുടുംബങ്ങൾ അല്ലേ, ലിറ്റർജി കുടുംബങ്ങൾ, 24 സഭകൾ, 2 പാരമ്പര്യങ്ങൾ, 2 ദൈവശാസ്ത്രങ്ങൾ, അതിൽ 6 ലിറ്റർജി കുടുംബങ്ങൾ. അപ്പോൾ 6 ലിറ്റർജി കുടുംബങ്ങൾ ഞാനൊന്ന് ഇങ്ങനെ പെട്ടെന്നൊന്ന് ഓടിച്ചു വായിക്കാം. ഒന്ന് ലത്തീൻ റീത്താണ്. ഒന്നാമത്തെ കുടുംബം ഏതാണ്? ലത്തീൻ റീത്താണ്. രണ്ടാമത്തെ കുടുംബം ഏതാണ്? ആരാധനക്രമത്തിലെ രണ്ടാമത്തെ കുടുംബം അലക്സാണ്ട്രിയൻ റീത്ത്. മൂന്നാമത്തെ കുടുംബം ഏതാണ്? അർമേനിയൻ റീത്ത്. നാലാമത്തെ കുടുംബം ഏതാണ്? അന്ത്യോക്കൻ റീത്ത്, വെസ്റ്റ്. അഞ്ചാമത്തെ കുടുംബം ഏതാണ്? കൽദായ റീത്ത്, ഈസ്റ്റ്. ആറാമത്തെ കുടുംബമാണ് ബൈസന്റൈൻ റീത്ത്. അപ്പോൾ ഇതിൽ ഈ 6 ലിറ്റർജി കുടുംബങ്ങളിലായിട്ടാണ് ഈ 24 റീത്തുകൾ അടങ്ങിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിന് ശേഷം ഇത് ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഫാദർ ജോസ് മാണിപ്പറമ്പിൽ എഴുതിയ ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. സഭയുടെ പ്രബോധനത്തിൻ്റെ കീഴിലും അടിസ്ഥാനത്തിലും ആണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുറേ ഐഡിയകളും കാര്യങ്ങളും അല്ല. സഭയുടെ പ്രബോധനത്തിൻ്റെ കീഴിലും സഭാ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ കീഴിലുമാണ് അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് മേടിച്ച് അത് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. നമുക്ക് ഈ കാര്യങ്ങളും മേൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ആരാധനക്രമം അല്ലെങ്കിൽ സഭയും കൂദാശകളും എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. ഈ സഭയും കൂദാശകളും എവിടെ നിന്നുണ്ടായി? അപ്പോൾ അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1067 ഖണ്ഡികയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെന്നാ പറഞ്ഞിരിക്കണേ? അവിടെ വലിയൊരു ഖണ്ഡികയാണത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1067 ഖണ്ഡികയിൽ സഭയും കൂദാശകളും എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ആരംഭം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സെൻറ്റൻസ് മാത്രം ഞാൻ വായിക്കാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ പെസഹ രഹസ്യത്തിൽ മരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ മരണത്തിനെ നിഹനിച്ചു. ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവൻ പുനഃസ്ഥാപിച്ചു. എന്തെന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് സമസ്ത സഭയാകുന്ന വിസ്മയനീയമായ കൂദാശ പുറപ്പെട്ടു. അപ്പോൾ സഭ നമ്മൾ ഇങ്ങനെയും കൂടി പഠിപ്പിക്കുന്നുണ്ട്. സഭ തന്നെയും ഒരു കൂദാശയാണ് എന്നുള്ളത്. എന്താണ്? സഭ തന്നെയും ഒരു കൂദാശയാണെന്നുള്ളത് സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ മനസ്സിലാവും, ഈശോ കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ ഒരു ഭടൻ, അതായത് ലുങ്കീനോസ് എന്ന ആ ഭടൻ തൻ്റെ കുന്തത്താൽ യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി അതിൽ നിന്നൊഴുകിയ രക്തവും ജലവുമാണ് സഭയും കൂദാശകളുടെയും ആരംഭം എന്ന്. ആരാ പറയണത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് സഭയുടെ പ്രബോധനം. എന്താണ്? ഞാനൊന്നും കൂടി വായിക്കട്ടെ. എന്തെന്നാൽ ക്രിസ്തു കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് സമസ്ത സഭയാകുന്ന വിസ്മയനീയമായ കൂദാശ പുറപ്പെട്ടു.
ഇക്കാരണത്താൽ സഭ ആരാധനക്രമത്തിൽ സർവോപരി ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ആഘോഷിക്കുന്നു. അതുവഴിയാണ് ക്രിസ്തു നമ്മുടെ രക്ഷാകർമ്മം നിറവേറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് സഭയും കൂദാശകളും ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം എന്നുള്ളത് യേശുവിൻ്റെ ഹൃദയവിലാവിൽ നിന്നും കുത്തിത്തുളക്കപ്പെട്ട ആ മുറിവിൽ നിന്നും ഒഴുകിയ തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നുമാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇത് സഭ പറയുകയാണ്. മനസ്സിലായോ? ഇനി എന്താണ് ഈ ലിറ്റർജിയുടെ അല്ലെങ്കിൽ അർത്ഥം? ഈ ലിറ്റർജി അല്ലെങ്കിൽ ആരാധനക്രമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് 1069 ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ള ചോദ്യത്തോടുകൂടി 1069 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതും ചെറിയൊരു ഖണ്ഡികയാണ്. അപ്പം ഞാനതിനെ അതിൻ്റെ പോയിൻ്റ് മാത്രം, നമുക്ക് ഇപ്പോൾ ആ പോയിൻ്റ് മാത്രമാണല്ലോ തൽക്കാലം നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ അധികം സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിച്ച് പറയണേ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അത് ഞാൻ വായിക്കാം. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇതിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ എന്നാണ് അർത്ഥം. എന്താണ് ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. അപ്പം അതിന് ഉത്തരം സഭ തരികയാണ്. എന്തെന്നാണ്? ക്രിസ്തീയ പാരമ്പര്യത്തിൽ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. കണ്ടു, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ എന്നാണ് ഇതിനർത്ഥം. എന്താണ് ഇതിനർത്ഥം? ഏത് കാര്യത്തിന്? അതായത് ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ആരാധനക്രമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ഈ ആരാധനക്രമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അത് 1068 പറയുകയാണ്. അപ്പം ഇതെല്ലാം കുറച്ചധികം ഉണ്ട് കേട്ടോ ഖണ്ഡികകൾ. പക്ഷേ ഞാൻ ആ ഖണ്ഡികയിലെ ചെറിയ പോയിന്റ്, നമുക്ക് ഇപ്പോൾ വേണ്ട പോയിന്റുകൾ മാത്രം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഖണ്ഡികയും നമ്പറൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്കും എടുത്ത് നോക്കാവുന്നതാണ് പിന്നീട്. ഒക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ CCC എന്ന് പറയുന്ന ആ പ്രബോധനത്തിൽ നിന്ന്. അപ്പോൾ എന്തിനാണ് ആരാധനക്രമം നമുക്ക് നൽകിയിരിക്കുന്നത്? എന്തിനാണ് നൽകിയിരിക്കണേ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാധനക്രമം, കൂദാശകൾ നമുക്ക് നൽകിയിരിക്കണം എന്തിനാ? അപ്പോൾ അതിവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനും. ഉണ്ടോ, വേറെയും കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒറ്റ പോയിൻ്റാണ്. എന്തെന്നാണ്? വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനും. അപ്പോൾ എന്തിനാണ് ആരാധനക്രമം, കൂദാശകൾ നമുക്ക് നൽകിയിട്ടുള്ളത്? എന്തിനാണ്? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുണ്ടോ? ആ അർത്ഥത്തിലാണ് ഇത്. കണ്ടോ, ആ അർത്ഥത്തിലാണ്. കണ്ടോ, ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ എഴുതിയിട്ടുള്ള സഭ കുർബാനയിൽ നിന്ന് എന്ന് പറഞ്ഞ മറ്റൊരു പ്രബോധനം, ചാക്രിക ലേഖനമാണ്. മനസ്സിലായോ? സഭ അപ്പോൾ കുർബാന എന്ന കൂദാശയെക്കുറിച്ച് മാത്രം പ്രബോധനം നൽകുന്നൊരു പ്രബോധനമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇത് ആരംഭിക്കുന്നത് തന്നെ കണ്ടോ, ഇത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കണേ. അതിൻ്റെ ആരംഭം തന്നെ എന്താണെന്ന് അറിയാമോ? കുർബാനയിൽ നിന്ന് സഭ തൻ്റെ ജീവൻ സ്വീകരിക്കുന്നു. എന്തിൽ നിന്ന്? കുർബാനയിൽ നിന്ന്, അല്ലെങ്കിൽ കുർബാന എന്ന കൂദാശയിൽ നിന്ന് സഭ തൻ്റെ ജീവൻ സ്വീകരിക്കുന്നു. അപ്പോൾ സഭ തന്നെയും ജീവൻ സ്വീകരിക്കുന്നത് കുർബാന എന്ന കൂദാശയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ പറയണോ? നമ്മൾ ആരാധനക്രമത്തിൽ നിന്ന് മാറിയുള്ള നമ്മുടെ ജീവിതം ആണെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുമോ? ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവനൊരിക്കലും മരിക്കുകയില്ല, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ആ അർത്ഥത്തിലാണ് വീണ്ടും അടുത്ത വചനങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത്. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. മനസ്സിലായോ? അപ്പം ഇതെല്ലാം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ എന്തിനാണ് നമുക്ക് ആരാധനക്രമം നൽകിയിരിക്കുന്നത്? അതിൽ നിന്നും ജീവിക്കുന്നത്, വിശ്വാസികൾ അതിൽ നിന്നും ജീവിക്കാൻ. ലോകം മുഴുവനും അതിൽ നിന്നാണ് സത്യത്തിൽ. അവർ കൂദാശകളൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ ജീവനെല്ലാം, ലോകത്തിൻ്റെ തന്നെ ജീവൻ നിലനിൽക്കുന്നത്
ഈ യേശുവിൻ്റെ ഈ തിരുശരീര അല്ലേ ഈ കൂദാശയിലാണ്. അപ്പോൾ ഇനി നാലാമത്തെ കാര്യം, എന്താണ് ഈ കൂദാശയിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ കൂദാശയിൽ സംഭവിക്കുന്നത്? അത് 1076 ഖണ്ഡിക, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1076 ഖണ്ഡികയിൽ, അതും വലിയൊരു ഖണ്ഡികയാണ്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു പോയിന്റ് മാത്രം വായിക്കാൻ പോകണം. അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ സംഭവിക്കുന്നത്? ഇത് കണ്ടോ, ഞാൻ വായിക്കാം. തൻ്റെ സഭയുടെ ആരാധനക്രമത്തിലൂടെ അവിടുന്ന് വരുന്നതുവരെ വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യപ്പെടുന്നു. കണ്ടോ, മനസ്സിലായോ? എന്തെന്നാണ് വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ, അപ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അല്ലെങ്കിൽ കൂദാശ അല്ലേ ആരാണ് വെളിവാക്കപ്പെടുന്നത്? യേശു ക്രിസ്തു വെളിവാക്കപ്പെടുന്നു, യേശു ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുന്നു, യേശു ക്രിസ്തു പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. കണ്ടോ, എന്തൊക്കെയാണ്? യേശു ക്രിസ്തു വെളിവാക്കപ്പെടുന്നു, യേശു ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുന്നു, യേശു ക്രിസ്തു പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. കണ്ടോ, ഇതാണ് സംഭവിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ. അപ്പോൾ എന്താണ് സഭയും ആരാധനക്രമവും എവിടെ നിന്നുണ്ടായി? യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ തിരുജലത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഉണ്ടായി എന്ന്, അതാണ് ആരംഭം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ ലിറ്റർജിയുടെ അർത്ഥം എന്താണ്? ആ ആരാധനക്രമത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലാണെന്ന് മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എന്തിനാണ് ആരാധനക്രമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിൽ ആണെന്ന് മനസ്സിലാക്കി. നാലാമത്തെ കാര്യം എന്താണ്? ഈ ആരാധനക്രമത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആ ആരാധനക്രമത്തിൽ ആര് വെളിവാക്കപ്പെടുന്നു? യേശു വെളിവാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തു വെളിവാക്കപ്പെടുന്നു, ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുന്നു, ക്രിസ്തു പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ്. നമുക്കൊന്നും കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടുത്ത ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 റീത്തുകളെക്കുറിച്ച് നമ്മളിങ്ങനെ ഓടിച്ച് പറയാമെന്ന്, ചെറിയ ചെറിയ രീതിയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ലത്തീൻ റീത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണേ. അപ്പോൾ അതിൽ 3 റീത്തുകളും, അതായത് ലത്തീൻ റീത്ത്, സീറോ മലബാർ റീത്ത്, സീറോ മലങ്കര റീത്ത്. അപ്പോൾ ബലിയർപ്പണം ഈ റീത്തുകളിലെല്ലാം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രവേശക ഗാനമാണ് കോമൺ ആയിട്ട് അല്ലേ? പ്രവേശക ഗാനം, ആമുഖ ശുശ്രൂഷയിൽ പ്രവേശക ഗാനമാണ്. പക്ഷെ അവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലത്തീൻ റീത്തിലാണെങ്കിൽ പ്രവേശക പ്രപണിതം അത് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് പുരോഹിതൻ ബലിയർപ്പണം ആരംഭിക്കുന്നത്. ബലിയർപ്പണം ആരംഭിക്കുന്നത് ലത്തീൻ റീത്തിൽ പ്രവേശക പ്രപണിതം അല്ലേ വായിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ആ വചനഭാഗത്തെ. അപ്പം ഇന്നത്തെ പ്രവേശക പ്രപണിതം ഞാൻ പറയട്ടെ എന്താണെന്ന്. ഇന്നത്തെ പ്രവേശക പ്രപണിതം എന്താണെന്ന് ഞാൻ പറയട്ടെ. അപ്പം അതൊന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് സങ്കീർത്തനം 106, അതിൻ്റെ 47 വചനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കുകയും ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അങ്ങേ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഇടയാകട്ടെ. ഇതിന് ശേഷമാണ് കുരിശ് വരയ്ക്കുന്നതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലത്തീൻ റീത്തിൽ പ്രവേശക പ്രപണിതം ഉദ്ഘോഷിച്ചുകൊണ്ടാണ്, ആ വചനം ഭാഗം വായിച്ചുകൊണ്ടാണ് ലത്തീൻ റീത്തിൽ ബലിയർപ്പണം ആരംഭിക്കുന്നത്. സീറോ മലബാർ റീത്തിലാണെങ്കിൽ അന്നാ പെസഹ തിരുനാളിൽ
കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അപ്പോൾ ഈ ഗാനാലാപനത്തോടെയാണ് ആ സീറോ മലബാർ റീത്തിൽ ബലിയർപ്പണം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാരാംശം ഈ അന്നാ പെസഹ തിരുനാളിൽ എന്ന് പറയുന്ന ആ ഗാനത്തിൻ്റെ, ആ പ്രാർത്ഥനാ ഗാനത്തിൻ്റെ ആ സാരാംശം എന്താണെന്ന്, അല്ലെങ്കിൽ അന്തസത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന, ആ കൽപ്പന പോലെ ഞാൻ ഇവിടെ ബലി അർപ്പിക്കാൻ പോവുകയാണ് എന്ന്, ഞാൻ അർപ്പിച്ചോട്ടെ എന്ന് ഈ പുരോഹിതൻ, ഈ ബലി അർപ്പകൻ ഈ വിശ്വാസി സമൂഹത്തോട് ചോദിക്കുകയാണ്. അന്നാ പെസഹ തിരുനാളിലെ യേശു കൽപ്പിച്ച കൽപ്പനയുണ്ടല്ലോ അല്ലേ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന്. ആ ബലി ഞാൻ അർപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. മനസ്സിലാകണ്ടോ? ആ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാസി സമൂഹം പറയുകയാണ്, അങ്ങനെ അല്ലേ, അങ്ങ് അർപ്പിച്ചാലും. അതാണ് അതിൻ്റെ അന്തസത്ത. മനസ്സിലായോ? അങ്ങ് അർപ്പിച്ചാലും, അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെ അങ്ങത് ഈ ബലി അർപ്പിച്ചാലും. മനസ്സിലായോ? അപ്പോൾ അതാണ്. ഇനി സീറോ മലങ്കര റീത്തിലാണെങ്കിലോ തീർച്ചയായിട്ടും ആ റീത്തിൽ ആദ്യമേ തന്നെ പ്രാർത്ഥന ഭാഗങ്ങളുണ്ട്. പക്ഷേ ആ ബലിയർപ്പണത്തിൻ്റെ ആരംഭത്തിലേക്ക്, അല്ലെങ്കിൽ അത് ആരംഭത്തിലേക്ക് കടക്കുന്നത് വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. അപ്പോൾ ആ ഒരു ഗാനം അല്ലേ, ആ ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് വലിയ അർത്ഥമാണ്. വെളിവ് നിറഞ്ഞ ഈശോ നിൻ വെളിവാൽ ഞാൻ കാണുന്നു. നിൻ്റെ വെളിവിലൂടെ, അല്ലെ നിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് ഞാൻ കാണുന്നത് എന്നൊക്കെയെല്ലാം. അപ്പോൾ ആ ജ്ഞാനം ക്രിസ്തു തന്നെയാണ്. അപ്പോൾ അവനിലൂടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്നുള്ളതല്ല. അപ്പോൾ ആ ഗാനം ആലപിച്ചുകൊണ്ടാണ് സീറോ മലങ്കര റീത്തിൽ ബലിയർപ്പണം ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെ ഈ 3 റീത്തിലും ബലിയർപ്പണം ആരംഭിക്കുന്നത് ഇതിൻ്റെ ഒരു സാരാംശം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഈ ആരാധനക്രമം, വിശുദ്ധ കുർബാന എന്ന കൂദാശ 2 ഭാഗങ്ങളിലൂടെയാണ്, 2 ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. 2 ഭാഗങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതായത് 7 ശുശ്രൂഷകൾ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വശം, 7 ശുശ്രൂഷകളും 8 രഹസ്യങ്ങളും, ക്രിസ്തുവിൻ്റെ 8 രഹസ്യങ്ങളും അടങ്ങുന്നതാണ് ഈ 2 ഭാഗങ്ങൾ. മനസ്സിലായോ? വിശുദ്ധ കുർബാന എന്ന കൂദാശയുടെ 2 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? 7 ശുശ്രൂഷകളും 8 ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളും. അപ്പോൾ അതെവിടെയെല്ലാമാണ് ആ ശുശ്രൂഷകൾ, എവിടെയെല്ലാമാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ എല്ലാം അനാവരണം ചെയ്യപ്പെടുന്നത് എന്നെല്ലാം നമ്മളിപ്പോൾ പറയാൻ പോവാണ്. നമുക്കൊന്നും കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ആമേൻ. അപ്പോൾ 7 ശുശ്രൂഷകൾ എന്ന് പറയുന്നത് 1 ആമുഖ ശുശ്രൂഷ, 2 വചന ശുശ്രൂഷ, 3 സ്തോത്രയാഗ പ്രാർത്ഥന. ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ സ്തോത്രയാഗ കർമ്മം. 3-ാമത്തേത് സ്തോത്രയാഗ പ്രാർത്ഥന അല്ല, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല, സ്തോത്രയാഗ കർമ്മം 3-ാമത്തേത്. ഇനിയില്ലേ, അത് സീറോ മലബാർ റീത്തിലേക്ക് വരുമ്പോഴോ 3-ാമത്തെ ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷയായിട്ട് മാറുന്നുണ്ട്. ഒരുക്ക ശുശ്രൂഷ. അപ്പോൾ 2ഉം, ഈ ഒരുക്ക ശുശ്രൂഷയായാലും സ്തോത്രയാഗ കർമ്മമായാലും അത് ഒറ്റ ശുശ്രൂഷ തന്നെ, അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. 4-ാമത്തെ ശുശ്രൂഷയാണ് സ്തോത്രയാഗ കർമ്മം ലത്തീൻ ആരാധനക്രമത്തിൽ. അത് സീറോ മലബാർ റീത്തിലേക്ക് വരുമ്പോൾ അനാഫ്രെ. മനസ്സിലായി? അനാഫ്ര എന്ന പേരാണ് അവിടെ വരിക, അനാഫ്രെ. അപ്പോൾ അവിടെ ഇപ്പോൾ സ്തോത്രയാഗ കർമ്മം എന്ന് പറഞ്ഞാലും അനാഫ്ര എന്ന് പറഞ്ഞാലും 2ഉം പേരുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും, ശുശ്രൂഷയുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും സംഭവിക്കുന്നത് റൂഹ ക്ഷണപ്രാർത്ഥനയാണ് അല്ലേ. പരിശുദ്ധാത്മാവിനെ ബലിവസ്തുക്കളിലേക്ക് എഴുന്നള്ളാൻ ബലിയർപ്പകൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണത്. അതാണ് സ്തോത്രയാഗ കർമ്മം അല്ലെങ്കിൽ അനാഫ്രെ.
4-ാമത്തെ ശുശ്രൂഷ. 5-ാമത്തെ ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. ഇനി 6-ാമത്തെ ശുശ്രൂഷയാണ് ദൈവ ഐക്യ ശുശ്രൂഷ. 7-ാമത്തെ ശുശ്രൂഷയാണ് സമാപന ശുശ്രൂഷ. അപ്പോൾ ഇങ്ങനെ 7 ശുശ്രൂഷകളും പിന്നെ 8 രഹസ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 8 രഹസ്യങ്ങൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം, ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം, ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ക്രിസ്തുവിൻ്റെ ഉദ്ധാനം, 6-ാമത്തത് ക്രിസ്തുവിൻ്റെ സ്വർഗ ആരോഹണം, 7-ാമത്തത് ക്രിസ്തുവിൻ്റെ സ്വർഗ അവരോഹണം, 8-ാമത്തത് അവൻ്റെ 2-ാം വരവാണ്. അപ്പം ഇതെല്ലാം ഈ ക്രിസ്തു രഹസ്യം മുഴുവനും ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ അനാവരണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുന്നു. അല്ലേ, സഭ പറയുന്ന 2 വാക്കുകളാണ്. ഒന്ന് അനാവരണം ചെയ്യുന്നു, അല്ലേ, അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കുന്നു. അപ്പം ഇതെല്ലാം ഈ കൂദാശയിൽ എവിടേക്കാണ് നമ്മൾ ഇത് സംഭവിക്കണത്, അല്ലെങ്കിൽ ഇത് അനാവരണം ചെയ്യപ്പെടുന്നതെന്ന് നമ്മളൊന്ന് പറയാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആദ്യത്തെ ശുശ്രൂഷ തന്നെ ലത്തീൻ ആരാധനക്രമത്തിൽ എല്ലാ റീത്തിലും ആമുഖ ശുശ്രൂഷയാണ്. അപ്പോൾ അതിൽ പ്രവേശക ഗാനം, അല്ലേ, പ്രവേശക ഗാനത്തോടുകൂടി വൈദികൻ, ബലി അർപ്പകൻ അൾത്താരയിലേക്ക്, ഇപ്പോൾ സീറോ മലബാർ റീത്തിൽ പറയുമല്ലേ, മദ്ബഹയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ മദ്ബഹ അല്ലെങ്കിൽ അൾത്താര എല്ലാം എന്താണ് വിശുദ്ധരേഖ കൊണ്ടൊക്കെ ഇങ്ങനെ, അല്ലേ, ശുദ്ധരേഖ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് ഭൂമിയിൽ, അല്ലേ, സ്വർഗീയ ജെറുസലേമിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകം, അല്ലേ. പള്ളിയിലെ മദ്ബഹ അല്ലെങ്കിൽ അൾത്താര എന്തിൻ്റെ പ്രതീകമാണ്? സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ്, സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാം വിശുദ്ധരെല്ലാം, പ്രത്യേകിച്ച് മാതാവും ഔസേപ്പ് പിതാവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അൾത്താര അല്ലെങ്കിൽ മദ്ബഹ, മനസ്സിലായോ, അവിടെ അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ബലിയർപ്പകൻ എന്താണ് ഈ ബലിപീഠം ചുംബിക്കും, അല്ലേ, ബലിപീഠം. അപ്പോൾ ബലിപീഠം എങ്ങനെ ഉണ്ടാവണേ? ബലിപീഠം, ആ ബലിപീഠം ക്രിസം മാസിൽ, അല്ലേ, ആ പെസഹ വ്യാഴാഴ്ച കൂദാശ ചെയ്യപ്പെടുന്ന ആ ക്രിസം ഓയിൽ, അല്ലെ, അഭിഷേക തൈലം, അത് അഭിഷിക്തൻ തന്നെയായ രൂപതാമെത്രാൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ അത് പുരട്ടി ആ ബലിക്കല്ലിൽ, അല്ലേ, ആ ബലിപീഠത്തിൽ സ്ഥാപിക്കുന്ന ബലിക്കല്ലിൽ പുരട്ടി അതിനെ അഭിഷേകം ചെയ്ത് ആ ബലിപീഠത്തിൽ സ്ഥാപിക്കും ഈ ബലിക്കല്ല്. അങ്ങനെയാണ് ആ ബലിപീഠത്തിൽ അങ്ങനെയാണ് ദൈവാലയത്തിൽ ബലിപീഠം കൂദാശ ചെയ്യപ്പെടുന്നത്. അത് രൂപത മെത്രാന് മാത്രം എന്തുള്ളതാണ്? മെത്രാന് മാത്രം ആണ് അത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റാർക്കും അത് ചെയ്യാൻ പറ്റില്ല. ധൂപം അല്ലേ, അപ്പോൾ ധൂപക്കുറ്റി എന്താണ്? ആ ധൂപക്കുറ്റി അർത്ഥമാക്കുന്നത് ഇത് കണ്ടോ, ആ ധൂപക്കുറ്റി ഇതാണ്. ഇത് കണ്ടോ ആ ധൂപക്കുറ്റി. ഈ ധൂപക്കുറ്റിയിലെ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഉയരുന്ന പുകച്ചുരുളുകൾ, അല്ലേ, സകല വിശുദ്ധരോടെ പ്രാർത്ഥനകളോടുമൊത്ത് സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ ചില കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുള്ളത്, ഇത് കണ്ടോ, ഈ മൂന്ന് ചങ്ങലകൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ ത്രിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഈ നടുക്കത്തെ ചങ്ങല കണ്ടോ, ഈ നടുക്കത്തെ ചങ്ങല കർത്താവ് ഈശോ മിശിഹായുടെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യാവതാരത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ 12 മണികൾ 12 അപ്പസ്തോലന്മാരുടെ പ്രതീകമാണ്. അതിലൊരു മണി പേട്ടയാണ്. ഇപ്പോൾ ഇതിലൊരു മണി പേട്ടയാണ്, മനസ്സിലായി?
കണ്ടോ, ഈ മണി പേട്ടയാണ്, മനസ്സിലായോ? അപ്പോൾ അത് യൂദാസിനെയാണ് സൂചിപ്പിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഇത് കണ്ടോ, യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ എന്ത് സംഭവിച്ചു? സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ മുകൾ ഭാഗം സ്വർഗത്തിൻ്റെ അടയാളമാണ്, മനസ്സിലായോ? പ്രതീകമാണ്. ഈ മുകൾ തട്ട് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഈ താഴത്തെ തട്ട് അപ്പോൾ ഭൂമിയുടെ പ്രതീകമാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള കരിക്കട്ട മുഴുവനും പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവംശം മുഴുവനെയും പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ അടയാളമാണ്, മനസ്സിലായി? അപ്പോൾ അത് എന്താണ്? പരിശുദ്ധാത്മാവ് അല്ലേ, തീയിലൂടെ അല്ലേ, അഗ്നിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ എന്ത് സംഭവിക്കും? സകല മനുഷ്യവംശത്തെയും അല്ലേ, മനുഷ്യവംശം മുഴുവനെയും വിശുദ്ധീകരിച്ച് അല്ലേ പുതിയ സൃഷ്ടികളാക്കി മാറ്റും. അതാണ് തീ, അതിൻ്റെ തീ അല്ലേ, അഗ്നിയല്ല. ഇത് കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഈ പുറമേയുള്ള 3 റൗണ്ടിൽ വരുന്ന 3 ചങ്ങലകൾ ഇത് കണ്ടോ? ഈ 3 ചങ്ങലകൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്, പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ നടുക്കത്തെ ചങ്ങല ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. 12 മണികൾ വന്നിരിക്കുന്നത് 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. അതിലൊരു മണി പേട്ടയായിരിക്കും, അല്ലെങ്കിൽ ആ മണിയിൽ എന്തുണ്ടാവില്ല, ആ മണി ഇതാവില്ല, കുലുങ്ങില്ല. അപ്പോൾ അത് യൂദാസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം, ഈ മുകൾ തട്ട് എന്താണ്? ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ സ്വർഗം തുറക്കപ്പെട്ടു എന്നതിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അടയാളമാണത് ഈ മുകൾ ഭാഗം. താഴെ തട്ട് എന്താണ്? ഭൂമിയുടെ പ്രതീകമാണ്. അപ്പോൾ ആ ഭൂമിയിലെ മനുഷ്യവംശം മുഴുവനും പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവംശം മുഴുവൻ്റെയും സൂചിപ്പിക്കുന്നതാണ് ഈ കരിക്കട്ട. അങ്ങനെ ആ കരിക്കട്ട മുഴുവൻ അല്ലേ തീക്കട്ടയായി മാറും, മനസ്സിലായോ? അപ്പം ഇതാണ് ധൂപാർച്ചന. അപ്പം നമ്മൾ ഇനി ശുശ്രൂഷ അൾത്താര ബാലന്മാർ ബലി ഈ ധൂപക്കുറ്റി പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കണം. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഞാൻ ഇങ്ങനെ സ്വന്തം മേടിച്ചതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ടിങ്ങനെ മേടിച്ചതാണ്. ഇത്തിരി അത്യാവശ്യം പൈസ ഉണ്ട് ഇതിന്, മനസ്സിലായോ? അപ്പോൾ ഇത് ഞാനിങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് കാണിച്ചുകൊണ്ട് പറയണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ മണിയുള്ളത്. അപ്പോൾ ലത്തീൻ റീത്തിൽ മിക്ക സ്ഥലങ്ങളിലും മണിയുള്ളത് ഉപയോഗിക്കാറില്ല, മനസ്സിലാവുണ്ടോ? ആ മണികൾ പൗരസ്ത്യ പാരമ്പര്യമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ലത്തീൻ റീത്തുകളിൽ ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ല എന്നും ഇല്ല, മനസ്സിലായോ? ഉപയോഗിക്കാറില്ല എന്നുമില്ല, മനസ്സിലായോ? ഉപയോഗിക്കാറുണ്ട്, എല്ലായിടത്തും അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണ്? ബലിപീഠം അല്ലെ, അൾത്താര അല്ലെങ്കിൽ മദ്ബഹ, പിന്നെന്താണ് ധൂപക്കുറ്റി. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിച്ച് പറയണം. ഇപ്പം ഇനി കുരിശുവരയാണ് അല്ലേ അടുത്തത്, കുരിശുവര. അപ്പോൾ കുരിശുവര എന്നുണ്ടല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അല്ലേ. അപ്പോൾ പിതാവ് നമുക്ക് പുത്രനെ നൽകി, ഈ പിതാവും പുത്രനും കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പോൾ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കുള്ള കുരിശുവരയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ. അപ്പോൾ കണ്ടോ, ഇടത്തേതിൽ നിന്നുള്ള പിതാവ് നമുക്ക് പുത്രനെ നൽകി, ഈ പിതാവും പുത്രനും കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി നമ്മളെ ഇടത്തേതിലുള്ള ജീവിത രീതി, അതായത് നമ്മുടെ പാപകരമായ ജീവിതാവസ്ഥയിൽ നിന്ന് നമ്മളെ വിശദീകരിച്ച് നമ്മളെ വലത്തേതിലുള്ള ജീവിത രീതിയിലേക്ക് മാറ്റി. ഇപ്പം നമ്മ എവിടെയാണ്? വലത്ത് വശത്താണ്. അതായത് ദൈവത്തിൻ്റെ വശമാണ്, പ്രകാശത്തിൻ്റെ വശമാണ് വലതുഭാഗം, മനസ്സിലായല്ലോ. അപ്പം ഇനി സീറോ മലബാർ രീതിയിലാണെങ്കിലോ എങ്ങാടാണ് കുരിശ് വരയ്ക്കുക? വലത്ത് നിന്നാണ്, വലത്ത് നിന്നാണ് ഇടത്തേക്ക് കുരിശ് വരയ്ക്കുക. അപ്പം അതിൻ്റെ ദൈവശാസ്ത്രം എന്താ? കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ദൈവശാസ്ത്രങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ 2 ദൈവശാസ്ത്രങ്ങളാണ്. കണ്ടോ, നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിൽ ഇടത്തു നിന്ന് വലത്തേക്ക് വരയ്ക്കുമ്പോൾ കണ്ടോ
സീറോ മലബാർ റീത്തിൽ വലത്ത് നിന്ന് ഇടത്തേക്ക് വരക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകത്വം നിറഞ്ഞതാണ്, വ്യത്യാസമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? വരക്കുന്ന ആ ദിശയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥം, അതിൻ്റെ അന്തസത്ത മുഴുവനും ഒന്നാണ് എന്നാണ് പറഞ്ഞു വരണത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വലത്ത് നിന്ന് ഇടത്തേക്ക് വരക്കുമ്പോൾ വലതുവശം ആരുടെ വശമാണെന്ന് മനസ്സിലാക്കി നമ്മൾ. പ്രകാശത്തിൻ്റെ വശം ദൈവത്തിൻ്റെ തന്നെ വശമാണ്. മനസ്സിലായോ? അപ്പോൾ ആ പ്രകാശം കണ്ടോ ഇരുളിനെ കണ്ടോ? ഇടതുവശം എന്തിൻ്റെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രകാശം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇരുളിൻ്റെ, അല്ലേ, ഇരുട്ട് നിറഞ്ഞ വശം, അന്ധകാരത്തിൻ്റെ വശം. അപ്പോൾ കണ്ടോ, പ്രകാശം വലത്ത് നിന്ന് വന്നിട്ട് കണ്ടോ ഇടത്ത് നിൽക്കുന്ന അന്ധകാരത്തെ നീക്കിക്കളയുന്നു. അതാണ് വലത്ത് നിന്ന് ഇടത്തേക്ക് കുരിശ് വരയ്ക്കുമ്പോഴുള്ള ദൈവശാസ്ത്രം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരു രീതിയിൽ ഇതാണ്, ആ രീതിയിൽ വേറെ രീതിയിലാണ്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചെയ്യണതാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ മനസ്സിലാകുമ്പോഴല്ലേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ആമേൻ. അപ്പോൾ ആമുഖ ശുശ്രൂഷയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആമുഖ ശുശ്രൂഷ, ഈ ആമുഖ ശുശ്രൂഷ ലത്തീൻ ആരാധനക്രമത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരണേ. ആമുഖ ശുശ്രൂഷയിൽ ഈ ധൂപാർപ്പണവും ബലിപീഠം ചുംബിക്കലും കുരിശുവരയും കഴിഞ്ഞിട്ട് പിന്നെ ബലിയർപ്പകൻ. ലത്തീൻ റീത്തിൽ അടുത്ത ഘട്ടം എന്താണ്, അല്ലേ? ഇന്ന് വായിക്കാൻ പോകുന്ന വചനങ്ങളും, അല്ലേ, പഴയ നിയമ വായനയും ലേഖന ഭാഗവും സുവിശേഷവും ഒക്കെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ പരസ്പര പൂരകങ്ങളാണ്. അത് കോർത്തിണങ്ങി കിടക്കുന്നതാണ്, അല്ലാണ്ട് അവിടെ നിന്ന് വെറുതെ എടുത്ത് വായിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം എൻ്റെ അല്ലേ, അതിലെല്ലാം എഴുതിയിരിക്കുന്നതും അതിൻ്റെ അന്തസത്തയും എല്ലാം, അല്ലേ, ചെറിയൊരു വചന സന്ദേശം നമുക്കൊരു സന്ദേശം നൽകും, അല്ലേ, ആമുഖ സന്ദേശം നൽകും. ഇതൊക്കെയാണ് ഇന്നത്തെ വായന, ഇതൊക്കെയാണ് അതിലടങ്ങിയിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഹിതൻ അത് എന്താക്കും, അത് ഒരു സന്ദേശമായിട്ട് നമുക്ക് സംക്ഷിപ്ത രൂപത്തിൽ നമുക്ക് നൽകും. ഇപ്പം ഇന്നത്തെ വായന ലത്തീൻ റീതിയിൽ എന്താണെന്ന് നിങ്ങൾക്കറിയും. ഇന്നത്തെ വായനയും പ്രതിവചന സങ്കീർത്തനവും എന്താണ്, സുവിശേഷവും. അത് ഞാനിങ്ങനെ ഓർത്തൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. അതായത് സെഫാനിയ 2-ാം അധ്യായം ആണ് 1-ാം വായന. പ്രതിവചന സങ്കീർത്തനം 147 ആണെന്ന് തോന്നുന്നു. 147 ആണെന്ന് തോന്നുന്നു. ഇനി പ്രതിവചന സങ്കീർത്തനം അതോടൊപ്പം തന്നെ എന്താണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നുകൂടിയാണ് പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ അത് പറയുന്നത്. ഇനി എന്താണ് സുവിശേഷ വായന, 2-ാം വായന 1 കൊറിന്തോസ് 1-ാം അധ്യായം. 1 കൊറിന്തോസ് 1-ാം അധ്യായം. സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതായത് മലയിലെ പ്രസംഗത്തിൻ്റെ ആ ഭാഗമാണ്. ഇപ്പോൾ ഒരു സംശയം വന്നത് ഇതാണ്, പ്രതിവചന സങ്കീർത്തനം 146 ആണോ 147 ആണോ എന്നുള്ളതാണ്. ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. 146 ആണ് കേട്ടോ, 146 കേട്ടോ. പ്രതിവചന സങ്കീർത്തനം 146 ആണ്. ഓക്കെ. അപ്പോൾ സെഫാനിയ 2-ാം അധ്യായം 1-ാം വായന, പ്രതിവചന സങ്കീർത്തനം 146, 2-ാം വായന 1 കൊരിന്തോസ് 1-ാം അധ്യായം, സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, മലയിലെ പ്രസംഗം, അല്ലേ, അഷ്ടസൗഭാഗ്യങ്ങൾ ഒക്കെ. അപ്പോൾ ഇതെല്ലാം കോർത്തിണങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സംക്ഷിപ്ത രൂപം നൽകിയതിന് ശേഷം ലത്തീൻ ആരാധനക്രമത്തിൽ പുരോഹിതൻ അടുത്ത ഭാഗം എന്താണ് പറയുക, അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് എങ്ങനെയാണ് കിടക്കുക? ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ, അല്ലേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടാൻ നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇല്ലേ, എൻ്റെ പിഴ എന്ന പ്രാർത്ഥനാ ഭാഗമെല്ലാം കഴിഞ്ഞിട്ട് കർത്താവെ കനിയണമേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമിതി പ്രാർത്ഥന, അല്ലേ. സമിതി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സമാഹരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ
എന്താണ് കർത്താവെ കനിയണമേ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു ഭാഗമുണ്ട്. കർത്താവെ ഞങ്ങളിൽ കനിയണമേ, കർത്താവെ അല്ലെ ക്രിസ്തുവെ ഞങ്ങളിൽ കനിയണമേ എന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ വരുന്നതാണ് ഗ്ലോറിയ. ഗ്ലോറിയ എന്ന പ്രാർത്ഥന ഗീതം അല്ലേ. അതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അപ്പോൾ സീറോ മലബാർ റീത്തിൽ അതിനെ മാലാഖമാരുടെ കീർത്തനമെന്ന് ഉള്ളതാണല്ലോ അത് മെയിനായിട്ട് കോമൺ ആയിട്ട് പറയുക. അപ്പോൾ അത് എന്താണ്, മനുഷ്യാവതാര കീർത്തനം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. മനുഷ്യാവതാരം, മാലാഖമാരുടെ കീർത്തനം, അതോടൊപ്പം തന്നെ മനുഷ്യാവതാര കീർത്തനം എന്നുകൂടി പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശുക്രിസ്തു ജനിച്ച സമയമാണ് എന്ത്, ഈ മാലാഖമാരുടെ ഈ കീർത്തനം ആലപിക്കുകയുണ്ടായത് അല്ലേ. എന്തെന്നാണ് ഇപ്പോൾ സീറോ മലബാർ റീത്തിലാണെന്നുണ്ടെങ്കിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഇതാണ് സീറോ മലബാർ റീത്തിൽ 3 പ്രാവശ്യം അത്യുന്നതമാം അല്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന്. അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അപ്പോൾ ഇവിടെ പല ട്യൂണുകളിൽ അല്ലേ ലത്തീൻ റീത്തിൽ പാടാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്യൂണിൻ്റെ 2 വരി ഞാൻ ഇത് പാടട്ടെ. എനിക്ക് വലുതായിട്ട് അറിയില്ല അങ്ങനെയൊന്നും, എന്നിരുന്നാലും ഞാനൊന്ന് പാടാൻ ശ്രമിക്കട്ടെ. എന്താണ്, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. കർത്താവാം അല്ലേ, ഇതാണ് ഇത് കണ്ടോ, ഇത് കണ്ടോ. ഉണ്ണിയേശു ജനിച്ചപ്പോൾ പാടിയ പാട്ടാണത്. എന്തെന്നാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം അല്ലേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ. കണ്ടോ, വിശ്വാസി സമൂഹം മുഴുവനും നന്ദി ചൊല്ലുകയാണ് ദൈവത്തിൻ്റെ ഈ മഹിമ കണ്ടിട്ട്. കാരണം ദൈവം മനുഷ്യനായി പിറന്നിരിക്കുന്നു. ഇതെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ അല്ലേ, ഇതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ആമുഖ ശുശ്രൂഷ എന്ന ആദ്യത്തെ ശുശ്രൂഷയിലാണ് ഈ അത്യുന്നതങ്ങളിൽ ഗ്ലോറിയ പാടുന്ന ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ
മനുഷ്യാവതാരത്തെ സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ ആവിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ അനാവരണം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക്. അപ്പോൾ ഓരോ ശുശ്രൂഷകളും ഓരോ രഹസ്യങ്ങളും, അല്ലേ? ലിറ്റർജിയുടെ ഓരോ ശുശ്രൂഷകളും, ഓരോ ക്രിസ്തുവിൻ്റെ ലിറ്റർജിയിലുള്ള ഓരോ രഹസ്യങ്ങളും അടുത്ത രഹസ്യങ്ങളിലേക്കും അടുത്ത ശുശ്രൂഷകളിലേക്കുമുള്ള ഓരോ വിശ്വാസികളെയും ഒരുക്കുകയാണ്. മനസ്സിലായോ? ഓരോ വിശ്വാസികളെയും. ഇനി അതിനുശേഷം എന്താണ്? വചന ശുശ്രൂഷയാണ്. അത് കഴിഞ്ഞിട്ടാണ് സമാഹരണ പ്രാർത്ഥന. സമാഹരണ പ്രാർത്ഥനയിലെ ലത്തീൻ ആരാധനക്രമത്തിൽ സമാഹരണ പ്രാർത്ഥന. ആ സമാഹരണ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വിശ്വാസി വചന വായനയ്ക്കായിട്ട് അൾത്താരയിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ വചന ശുശ്രൂഷയാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ വചന ശുശ്രൂഷയിൽ സീറോ മലബാർ റീത്തിൽ ആ ഭാഗത്തിന് മുൻപായിട്ട് ആ ഭാഗത്തിന് മുമ്പായിട്ട് ആ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ വ്യാഖ്യാന ഗീതങ്ങളുണ്ട്. അതിന് വചന ശുശ്രൂഷയ്ക്കായിട്ടും സുവിശേഷങ്ങൾ വായനയ്ക്കായിട്ടും, അല്ലേ, സുവിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളെ ഒരുക്കുകയാണ്. ആ വായനയിലേക്കെല്ലാം നമ്മളെ ഒരുക്കുകയാണ് വചന ശുശ്രൂഷയിൽ. അപ്പോൾ അവിടെ സീറോ മലബാർ രീതിയിൽ അവിടെ ഫസ്റ്റ് ആലപിക്കുന്ന വായന ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഫസ്റ്റ് ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്, ഒരു പ്രാർത്ഥനാ ഗാനം, അല്ലെങ്കിൽ ആ വചന ശുശ്രൂഷക്കായിട്ട് വിശ്വാസികൾ ഒരുക്കുന്ന ഒരു ഗാനം ഇതാണ്. അംബരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാത്തൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കണ്ടോ? തൻ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? അതായത് ഈ സങ്കീർത്തനം ഏതാണെന്നറിയോ? ആദ്യമേ തന്നെ ഇത് 19-ാം സങ്കീർത്തനമാണ്. ആ 19-ാം സങ്കീർത്തനം എന്താണ് ശരിക്കും നമ്മൾ സാധാരണ ബൈബിളിൽ വായിക്കണേ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ. മനസ്സിലായി? വാനവിധാനം അവിടുത്തെ കരവേലയെ പ്രകീർത്തിക്കുന്നു, അല്ലേ, സ്തുതിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ സ്തുതിക്കുന്നു. അതായത് ഈ ആകാശവും ഈ വാനവിധാനവും ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഇപ്പോൾ വായിക്കാൻ പോകുന്ന ഈ വചനത്തിലൂടെയാണ് ഉത്ഭവിച്ചത്. മനസ്സിലായോ? ഈ വചനത്തിലൂടെയാണ് ഉത്ഭവിച്ചത്. ആ വചനമാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇത് വായിക്കാൻ പോകുന്നത് എന്നതിൻ്റെ പ്രതീകാത്മകമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്കാണ് നമ്മളെ അതിൻ്റെ അത്യഗാധമായ ആ ഒരു ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് വചന ശുശ്രൂഷയ്ക്ക് ഈ സങ്കീർത്തനം സീറോ മലബാർ റീത്തിൽ ആലപിക്കുന്നത്. അപ്പോൾ ലത്തീൻ റീത്തിൽ ഇങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി അല്ലേ, വർണ്ണിക്കുന്നില്ല വചന ശുശ്രൂഷയെ നമ്മൾ, അല്ലേ. പക്ഷേ അവിടെ ഇതിനോട് സമാനമായ കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് ശേഷം അത് ഈ 19-ാം സങ്കീർത്തനം കഴിഞ്ഞതിന് ശേഷം തുർഗാമ എന്ന് പറഞ്ഞൊരു വ്യാഖ്യാന ഗീതവും കൂടിയുണ്ട്. അപ്പോൾ അത് സീറോ മലബാർ റീത്തിലെ ഇത് സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ രാജമഹേശൻ തൻ്റെ
സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ. പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കിവ നിങ്ങൾ എന്ന് പറഞ്ഞാൽ യാചിക്കുന്നവരുടെ മുൻപാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട്, എന്താണ് യാചിക്കുന്നവരുടെ മുൻപാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം? അവൻ്റെ പെസഹ രഹസ്യമാണ്. അവൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. ആ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുവിൻ. ഇത് സീറോ മലബാറിയത്തിലെ ഇതാണ് ആ വചന ശുശ്രൂഷയ്ക്ക് ആയിട്ടുള്ള വ്യാഖ്യാന ഗീതത്തിൻ്റെ ഭാഗത്ത്. മനസ്സിലായോ? അവൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ് അവൻ ഇതെല്ലാം സാധിച്ചതെന്ന് കൂടിയിട്ടുള്ള ഒരു, അത് നമ്മുടെ പാപത്തെ അല്ലേ പരിഹാരം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കണ്ടത്, നമ്മളെ വീണ്ടെടുത്തത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് യാചിക്കുന്നവരുടെ മുൻപാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ എന്ന്. അപ്പം ഇത് സീറോ മലബാറിയത്തിൽ. അപ്പോൾ ഇതിനൊക്കെ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ലല്ലോ, നമുക്ക് സമയക്കുറവ് കാരണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പറയണത്. അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് അല്ലേ ഒന്നാം വായന പ്രതിവചന സങ്കീർത്തനം. അപ്പോൾ പ്രതിവചന സങ്കീർത്തനം അല്ലെങ്കിൽ സങ്കീർത്തന കാലഘട്ടം മുഴുവൻ അത് ക്രിസ്തുവിൻ്റെ വളർച്ചാ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടോ, സങ്കീർത്തന ആലാപനങ്ങളെല്ലാം ആ ലിറ്റർജിയിൽ വരുന്ന സങ്കീർത്തന ആലാപന ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രിസ്തുവിൻ്റെ വളർച്ചാ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വളർന്നു യേശു ക്രിസ്തു അല്ലേ. അവൻ സാധാരണ രീതിയിൽ മിക്കപ്പോഴും സഭ വിട്ടുപോയവരും അല്ലെങ്കിൽ അല്ലേ ചില ആൾക്കാർ സഭ വിട്ടുപോയവരും മെയിനായിട്ട് സഭയിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതല്ലേ യേശു ക്രിസ്തുവിൻ്റെ 12-ാം വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിന് ശേഷം എഴുതിയിട്ടില്ല. മനസ്സിലായി? എന്ത് പറയാനാ അവരോട് അല്ലേ? സങ്കീർത്തന ആലാപനം മുഴുവനും അല്ലേ, സങ്കീർത്തന കാലഘട്ടം മുഴുവനും എന്താണ്? അവൻ്റെ വളർച്ചാ കാലഘട്ടത്തെ, വളർച്ചയുടെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പ്രതീകമാണ്. മനസ്സിലായി? കാരണം ഉണ്ണേശുവും അന്നത്തെ യഹൂദ അല്ലേ ജനം മുഴുവനും, മാതാവും ഔസേപ്പ് പിതാവും അടങ്ങുന്ന യഹൂദ ജനം മുഴുവൻ യേശു അടക്കം സങ്കീർത്തനങ്ങൾ കൂടി പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന, ആധ്യാത്മിക ജീവിതം. യാമപ്രാർത്ഥനകളും പിന്നെ സങ്കീർത്തന ആലാപനങ്ങളും. അപ്പോൾ അവൻ്റെ വളർച്ചാ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് സങ്കീർത്തനം ആലപിക്കുമ്പോൾ എല്ലാം വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ അതിനുശേഷം സുവിശേഷ വായനയിലേക്ക് കടക്കുമ്പോൾ, സുവിശേഷ വായനയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ലത്തീൻ ആരാധനക്രമത്തിൽ പുരോഹിതൻ ബലിപീഠത്തിൽ നിന്ന് വചനവേദിയിലേക്ക് അല്ലെങ്കിൽ അല്ലേ വചനപീഠത്തിലേക്ക്. അപ്പോൾ സുവിശേഷം ഒരിക്കലും ബലിപീഠത്തിൽ നിന്ന് വായിക്കാനുള്ളതല്ല, വായിക്കാൻ പാടില്ല എന്നാണ് പറയണത്. മനസ്സിലാവുന്നത്? അപ്പോൾ അതിനായിട്ടാണ് ബലിവേദി, അതിനു വേണ്ടിയാണ് വചനവേദി. 2 വേദികളാണുള്ളത്. ഒന്ന് ബലിവേദിയും രണ്ടാമത്തേത് വചനവേദി. അതായത് ബലിവേദിയിൽ, ബലിപീഠത്തിൽ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് പങ്കുവെച്ച് നൽകുന്നത് പോലെ തന്നെ, മുറിച്ച് ഭക്ഷിക്കാൻ നൽകുന്നത് പോലെ തന്നെ വചനപീഠത്തിൽ, വചനവേദിയിൽ വചനം നമുക്ക് മുറിച്ച് ഭക്ഷിക്കാനായിട്ട് തരും പുരോഹിതൻ, ബലിയർപ്പകൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത് വചനവേദിയിൽ, വചനപീഠത്തിൽ തന്നെ ആയിരിക്കണം സുവിശേഷ വായനയും പ്രഘോഷണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സീറോ മലബാറിയത്തിലാണെങ്കിൽ ബേമ എന്ന് പറയും. അപ്പോൾ ബേമ ഇപ്പോൾ വേണ്ട എന്നൊക്കെയുള്ള വിഷയങ്ങൾ അല്ലേ, അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ എന്തിനാണ് ബേമ വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അവബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയോ? മനസ്സിലായോ? അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ സുവിശേഷ വായനയ്ക്കായിട്ട് ബലിപീഠത്തിൽ നിന്ന് പുരോഹിതൻ വചനവേദിയിലേക്ക് വന്ന് സുവിശേഷ വായനയ്ക്ക് മുൻപായിട്ട്
ഒരു വാക്ക് ഇങ്ങനെ ഉദ്ഘോഷിക്കും. അതെന്താണ്? കർത്താവ് നിങ്ങളോട് കൂടെ. അപ്പോൾ വിശ്വാസി സമൂഹം മുഴുവനും അങ്ങയോടും അങ്ങേ ആത്മാവോടും കൂടെ, അല്ലേ? ആ സമയം യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യത്തെ സഭ തൻ്റെ ലിറ്റർജിയിലൂടെ പുനരാവിഷ്കരിക്കുന്നു. ലത്തീൻ ആരാധനക്രമത്തിൽ, മനസ്സിലാവുന്നുണ്ടോ? ലത്തീൻ ആരാധനക്രമത്തിൽ ലോർഡ് ബി വിത്ത് യു എന്ന് പുരോഹിതൻ ഉദ്ഘോഷിക്കുമ്പോൾ, സുവിശേഷ വായനയ്ക്ക് മുമ്പായിട്ട് ഉദ്ഘോഷിക്കുമ്പോൾ, അത് ലത്തീൻ റീത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ പുനരാവിഷ്കരിക്കുകയാണ്. അപ്പോൾ സീറോ മലബാർ റീത്തിലാണെങ്കിൽ അതവിടെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെന്ന്, നമ്മൾ നേരത്തെ 1200 CCCയിൽ വായിച്ചില്ലേ, എന്തെന്നാണ്? ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. അതായത് ഇപ്പോൾ ഈ വാക്കിനെ മനസ്സിലാക്കാനായിട്ട് ഇത് കണ്ടോ, സീറോ മലബാർ റീത്തിൽ ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തെ പുനരാവിഷ്കരിക്കുന്നത് മദ്ബഹയുടെ വിരി മാറ്റപ്പെടും. അതെപ്പോഴാണെന്നറിയോ? മദ്ബഹ അല്ലേ, സീറോ മലബാർ റീത്തിൽ അൾത്താര എന്നല്ല പറയാം, അല്ലേ? മദ്ബഹ എന്നാ പറയാം. ആ മദ്ബഹ എന്തിൻ്റെ പ്രതീകമായിരുന്നു? സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സ്വർഗം തുറക്കുകയാണ്, അല്ലേ? മദ്ബഹയുടെ വിരി മാറ്റപ്പെടുന്നു. അത് എപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്? സുവിശേഷ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥത്തിൽ എപ്പോഴാണ് പറയണേ? യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം, അല്ലേ? ജോർദാൻ നദിക്കരയിൽ നിന്ന് അവൻ കരയിലേക്ക് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. മനസ്സിലാവും? ഈ അർത്ഥത്തിലാണ് എന്താണ്, സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ, അല്ലേ? അപ്പോൾ അതിനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പുതിയതായിട്ട് വരുത്തിയിട്ടുണ്ട്, പുതിയ തക്സ അവരുടെ ഇറങ്ങിയപ്പോൾ. അപ്പോൾ മനസ്സിലായോ? സർവാധിപനാം കർത്താവേ എന്ന ആ ഗാനം. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ പേര് ഇപ്പം ഇതിൽ സീറോ മലബാർ റീത്തിലെ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഇതിലെഴുതിയിരിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ. അതിൻ്റെ പേര് ഇതിങ്ങനെയാണ്, ഉദ്ദാനത്തിൻ്റെ ഗീതം. കണ്ടോ, ഉദ്ദാനത്തിൻ്റെ ഗീതം എന്നാണ് ആ ഗാനത്തിൻ്റെ, അല്ലെ? സർവാധിപനാം കർത്താവെ, അല്ലെങ്കിൽ ആദത്തിൻ്റെ ഗീതം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ അന്തസത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവാധിപനാം കർത്താവെ. അപ്പോൾ യേശു ക്രിസ്തുവും പെസഹ രഹസ്യത്തിലൂടെ പീഡാനുഭവം, കുരിശുമരണം, അല്ലേ? തൻ്റെ ഉദ്ധാനം, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനത്തിലൂടെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, അല്ലേ? പാതാളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ പാതാളത്തിലുള്ള പിതാക്കന്മാർ, ആദമടങ്ങുന്ന പിതാക്കന്മാരെല്ലാം ക്രിസ്തുവിൻ്റെ അല്ലേ? ആ രക്ഷകനെ കാത്തു ഇരിക്കുകയാണ്. മനസ്സിലായോ? ആ രക്ഷകനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് യേശു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ ഈ രക്ഷകനെ കണ്ടിട്ട് ആദവും പിതാക്കന്മാരടങ്ങുന്ന അവർ പാടുന്ന ഗാനമാണ് എന്തെന്ന്, സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. അതാണ് പുതിയതാക്കി ഇപ്പം ചേർത്തിരിക്കണത്. മനസ്സിലായോ? ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തും. മനസ്സിലായോ? രക്ഷകനെ കണ്ടപ്പോൾ അവർ പാടാം. അതാണ് ആദത്തിൻ്റെ ഗീതമൊന്നും കൂടി ഇതിനർത്ഥമുണ്ടെന്ന് പറയുന്നത്. ഉദ്ദാനത്തിൻ്റെ ഗീതം ആദത്തിൻ്റെ ഗീതവും കൂടിയാണ്. അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ സീറോ മലബാർ റീത്തിൽ കണ്ടോ. അപ്പോൾ ഇത് വളരെ ആഘോഷപൂർവമായിട്ട് ഈ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ സീറോ മലബാർ റീത്തിൽ കൊണ്ടാടുകയാണ് ആ ലിറ്റർജിയിലെ ആ ഭാഗത്ത്. പക്ഷേ ലത്തീൻ റീത്തിലാണെങ്കിലോ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തെ അധികം വർണ്ണിക്കുന്നില്ല. മനസ്സിലായോ? എന്നാൽ അതിന് പോരായ്മയുണ്ടോ? പോരായ്മയുണ്ടെന്നാണോ അർത്ഥം? ഒരു പോരായ്മയില്ല. മനസ്സിലാവുണ്ടോ? അതെല്ലാം മുഴുവനും അന്തസ്സത്ത് അടങ്ങിയിരിക്കുകയാണ് ലത്തീൻ റീത്തിലാണെങ്കിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് CCC 1201 ഖണ്ഡികയുടെ ഫസ്റ്റ് ലൈനിൽ നിന്ന് ഞാൻ ഒന്ന് വായിക്കട്ടെ. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. മനസ്സിലായോ? അതാണ് ഒരു റീത്തിൽ മാത്രം യേശുക്രിസ്തുവിൻ്റെ
ക്രിസ്തു രഹസ്യത്തെ, അവൻ്റെ ജീവിതം മുഴുവനുമാകുന്ന രഹസ്യത്തെ ഒതുക്കി നിർത്താനാവില്ല. ഒരു പാരമ്പര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താനാവില്ല. മനസ്സിലായോ? അതിന് 24 റീത്തുകൾ വേണ്ടി വരും, 2 പാരമ്പര്യങ്ങൾ വേണ്ടി വരും, 2 ദൈവശാസ്ത്രങ്ങൾ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ അല്ലേ, ഒന്നാമത്തെ ശുശ്രൂഷയിലാണ് രണ്ടാമത്തെ രഹസ്യം ഇല്ലേ, രണ്ടാമത്തെ 2 ശുശ്രൂഷകളെ, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിലാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ രഹസ്യം, ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തെ സഭ പുനരാവിഷ്കരിക്കുന്നത്. ഇനി അതിനുശേഷം ലത്തീൻ ആരാധനക്രമത്തിൽ സുവിശേഷ പ്രഘോഷണമാണ്, ദൈവവചന പ്രഘോഷണം. അത് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തെ, അത് ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടോ, പരസ്യ ജീവിത കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ എന്താണ്, യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തെയാണ് പുനരാവിഷ്കരിക്കുന്നത് സഭ തൻ്റെ ലിറ്റർജിയിലൂടെ. ആ ഭാഗത്തേക്ക്, അവൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിലേക്ക് കിടക്കണം. അപ്പോൾ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശു ക്രിസ്തു അല്ലേ 4 സുവിശേഷങ്ങളും ഇവിടെ കൊണ്ടുവരണം. 4 സുവിശേഷങ്ങളും ഈ ഭാഗത്ത് കൊണ്ടുവരപ്പെടേണ്ടതുണ്ട്. മനസ്സിലായോ? യേശു ക്രിസ്തു അല്ലേ മാമോദീസയ്ക്ക് ശേഷം എന്താണ് പറഞ്ഞത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടാൻ പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈശോ എന്ത് ചെയ്തു? കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, സമരിയാക്കാരുടെ അടുത്ത് ചെന്നു, അവളെ മാനസാന്തരപ്പെടുത്തി അല്ലേ. സക്കേബൂസിനെ മാനസാന്തരപ്പെടുത്തി. അതിനെല്ലാം മുമ്പ് 12 അപ്പസ്തോലന്മാരെ വിളിച്ചു അല്ലേ. കാനാൻകാരി സ്ത്രീയെ അല്ലേ. അപ്പം ഇതെല്ലാം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, അന്ധന്മാരെ സുഖപ്പെടുത്തി, ബെത്സദ കുളക്കരയിൽ കിടന്ന ആ രോഗിയെയും സുഖപ്പെടുത്തി, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. അപ്പം ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടമാണ്. അപ്പോൾ യേശു അപ്പോഴാണ് സുവിശേഷം പ്രഘോഷിച്ചത്, ആ 3 വർഷക്കാലം അല്ലേ. യേശുവിൻ്റെ പരസ്യ ജീവിതമാണത്. അപ്പം ആ പരസ്യ ജീവിത കാലഘട്ടം എന്തിനോട്ടുള്ള ഒരുക്കമാണ്? അത് യേശുവിൻ്റെ പെസഹ രഹസ്യത്തിലേക്കുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണത്. അപ്പോൾ ഓരോ ശുശ്രൂഷകളും ഓരോ രഹസ്യങ്ങളും ഓരോ വിശ്വാസികളെയും ഒരുക്കുകയാണ് അവൻ്റെ ഓരോ രഹസ്യങ്ങളിലേക്കും ഓരോ ശുശ്രൂഷകളിലേക്കും. അപ്പോൾ ഇപ്പോൾ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഈ 2 ശുശ്രൂഷകളുടെ ഇടയിലാണ് അതിലടങ്ങിയിരിക്കുന്നതാണ് 3 അവൻ്റെ രഹസ്യങ്ങൾ. അവൻ്റെ മനുഷ്യാവതാരം, അവൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം, ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം പുരോഹിതൻ പറയും അല്ലേ, സീറോ മലബാർ റീത്തിലാണ് അത് അല്ലേ, അത് കുറച്ചുകൂടി. അപ്പോൾ സീറോ മലബാർ റീത്തിൽ ആ ബേമയിൽ നിന്നാണ് പുരോഹിതൻ വചനം അല്ലേ, ദൈവവചന പ്രഘോഷണം പ്രഘോഷിക്കുന്നത്. അപ്പോൾ ആ രക്ഷാകര പദ്ധതിക്ക് പുറത്താണ് ഇപ്പോൾ പുരോഹിതൻ അല്ലേ. എന്നിട്ട് ഈ ദൈവവചന പ്രഘോഷണത്തിന് ശേഷം പുരോഹിതൻ എങ്കിൽ വരുവിൻ അല്ലേ, നമുക്ക് ഒരുമിച്ച് ഗാഗുൽത്തയിലേക്ക് പോകാം എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? എങ്കിൽ വരുവിൻ നമുക്ക്, അങ്ങനെ അവിടെ പറയുന്നില്ല, പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവിടെ പറയുന്നില്ല, പക്ഷെ അതാണ് അതിൻ്റെ എല്ലാം അന്തസത്ത. മനസ്സിലാവുണ്ടോ? എന്നിട്ട് ബലിപീഠത്തിലേക്ക് പുരോഹിതൻ പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് അല്ലേ വിശ്വാസി സമൂഹം എണീറ്റ് നിന്നിട്ട് ലത്തീൻ ആരാധനക്രമത്തിൽ വചനപ്രഘോഷണത്തിന് ശേഷം അല്ലേ നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം എന്ന് പുരോഹിതൻ ഉദ്ഘോഷിക്കുമ്പോൾ വിശ്വാസി സമൂഹം മുഴുവനും എണീറ്റ് ആ ദൈവാലയത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് എന്ത് പറയും? പുരോഹിത, അങ്ങിപ്പോൾ പ്രസംഗിച്ചതും പ്രഘോഷിച്ചതും ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നതാണ് വിശ്വാസ പ്രമാണം. അങ്ങനെയാണ് സർവശക്തനായ പിതാവും അല്ലേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെ ഏറ്റുപറയുന്നത്. അതിനുശേഷം വിശ്വാസികളുടെ പ്രാർത്ഥന എല്ലാം ലത്തീൻ ആരാധനക്രമത്തിൽ കഴിഞ്ഞ് അതിനുശേഷം സ്തോത്രയാഗ കർമ്മം
അല്ലെ മൂന്നാമത്തെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. സഭ തൻ്റെ ആരാധനക്രമ അല്ലേ സഭ തൻ്റെ ലിറ്റർജിയുടെ മൂന്നാമത്തെ ശുശ്രൂഷയാണ് സ്തോത്രയാഗകർമ്മം ലത്തീൻ ആരാധനക്രമത്തിൽ. സീറോ മലബാർ റീത്തിലാണെങ്കിലോ അത് ഒരുക്ക ശുശ്രൂഷ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പേരിൽ അറിയപ്പെടുമെങ്കിലും അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു കാര്യമാണ് അവിടെ അവിടെ അനാവരണം ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം ഇതെല്ലാം അവിടെ അനുസ്മരിപ്പിക്കപ്പെടുകയാണ്. മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ ആ കാഴ്ചവെപ്പ് ഗാനം അല്ലേ ഒരുക്ക ശുശ്രൂഷ കാഴ്ചവെപ്പ് ഗാനത്തിൽ സീറോ മലബാർ റീത്തിൽ അവിടെ ഇങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. എന്തെന്നാണ് ആ ഗാനം? ആ ഗാനം എന്തെന്നായിരുന്നു ആ ഗാനം? ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമേയ് നീണഭൂമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം, അഖിലരുമൊന്നായി സന്നിധിയിൽ. ഈ അഖിലരും ഒന്നായി സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അല്ലേ ലോകം മുഴുവനും എന്നാണ് അല്ലേ, മനുഷ്യവംശം മുഴുവനും. അഖിലരും ഒന്നായി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം മുഴുവനും. അപ്പോൾ ആ മനുഷ്യവംശം മുഴുവനും നമ്മൾ കാഴ്ചവെപ്പ് ഗാനം സമയത്ത് നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സമർപ്പിക്കാറുണ്ട്. നമുക്ക് കർത്താവ് തന്ന ഈ ഭൂമിയിൽ തന്ന ഫലങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ദശാംശങ്ങളും എല്ലാം സമർപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടതായ അതിൻ്റെ പ്രാർത്ഥനയുടെ ഒരു കാതലായ ഭാഗം സൃഷ്ടപ്രപഞ്ചം മുഴുവനെ ശരിക്കും എന്തു ചെയ്യണം? ആ കാഴ്ചവെപ്പ് ഗാനത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഉണ്ണിയേശു, ഈ യേശുക്രിസ്തു ജനിച്ചത് ജനിച്ചപ്പോൾ മനുഷ്യവംശം മുഴുവനും മാത്രമല്ല സകല സൃഷ്ടിപ്രപഞ്ചവും ഈ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം ആദ്യം തുടങ്ങുന്നത് തന്നെ എന്തെന്ന് പറഞ്ഞിട്ടാണ്? വചനം മാംസമായി അല്ലേ, വചനം മാംസമായി, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 1:3. അപ്പോൾ ആ അർത്ഥത്തിലാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ഇവനിലൂടെയാണ് ഉണ്ടായത്, ഈ വചനത്തിലൂടെയാണ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ ഇവൻ്റെ ശരീരത്തിലും ഉണ്ണിയേശുവിൻ്റെ ശരീരത്തിൽ ഈ സർവസൃഷ്ട പ്രപഞ്ചവും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ കർത്താവും ജീവദാതാവും എന്ന പ്രബോധനത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ അതെടുത്ത് വായിക്കണില്ല. മനസ്സിലാവും? 50ാമത്തെ ഖണ്ഡികയിൽ. അപ്പോൾ ആ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് ആ കാഴ്ചവെപ്പ് ഗാനത്തിൽ പിതാവിന് സമർപ്പിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ അർത്ഥത്തിൽ ആണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ അതിനോടൊപ്പം കാതലായ ഭാഗം നമ്മൾ മറക്കാതിരിക്കുക. ആ കാതലായ ഭാഗം ഇതാണ്: സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും, പ്രത്യേകിച്ച് മനുഷ്യവംശം മുഴുവനെയും ആ കാഴ്ചവെപ്പ് കർമ്മത്തിൽ, സ്തോത്രയാഗ കർമ്മത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യാതിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മൂന്നാമത്തെ ശുശ്രൂഷയാണ് ഈ സ്തോത്രയാഗ കർമ്മം അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷ. അവിടെയാണ് ഈ കാഴ്ചവെപ്പ് ഗാനങ്ങളെല്ലാം വരുന്നത്. അതിനുശേഷം ലത്തീൻ ആരാധനക്രമത്തിൽ എന്താണ്? കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനാ ഭാഗങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അത് എന്തിലേക്കുള്ള ഒരുക്കമാണെന്ന് ചോദിച്ചാൽ ആമുഖഗീതി
അല്ലേ, ആമുഖഗീതി എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനാ ഭാഗമുണ്ട് ലിറ്റർജിയിൽ. അപ്പോൾ ആമുഖഗീതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു കരിസ്മാറ്റിക് ലീഡർ അല്ലേ എന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം, അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ആമുഖഗീതി, ലിറ്റർജിയിൽ എവിടെയാണ് ആമുഖഗീതി പ്രാർത്ഥിക്കുന്നത്, എന്താണ് ആ പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത് ആമുഖത്തിൽ പാടുന്നതല്ലേ എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ അത് ആമുഖത്തിൽ പാടുന്നതല്ല. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത് എന്നുള്ളത് ഇത് കണ്ടോ, ഒരു സെക്കൻഡേ. ഇത് കണ്ടോ, ഇതാണ് റോമൻ മിസലി അല്ലേ, റോമൻ മിസലി. അപ്പോൾ ഈ റോമൻ മിസലിൽ 510 പേജ് നമ്പറിൽ 510 പേജ് നമ്പർ ഞാനൊന്ന് വായിക്കാൻ പോവാണ്. അപ്പോൾ 510 പേജ് നമ്പറിൽ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകളിലെ 4-ാം ആമുഖഗീതി എന്ന് പറഞ്ഞിട്ട് ഞാനത് കോമൺ ആയിട്ടുള്ള അതിൻ്റെ പ്രാർത്ഥനയും നേരത്തെ പറഞ്ഞു. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തും. അപ്പോൾ ഇത് അതിൻ്റെ ആരംഭമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ ആമുഖഗീതിയിലേക്ക് കടക്കുകയാണ്. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് പറയാൻ ശ്രമിക്കാം, അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാൻ. ഇങ്ങനെയാണത്, ആ ആമുഖഗീതിയുടെ അന്തസത്ത ഇങ്ങനെയാണ്, അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്. കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. കണ്ടോ, കർത്താവേ, നിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നീ ഞങ്ങളെ പിതാവ്, അതായത് മനുഷ്യവംശത്തെ മുഴുവനും പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ പീഡാനുഭവത്തിലൂടെ നീ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് നിൻ്റെ ഉദ്ധാനത്തിലൂടെ നീ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും. നാലാമത്തെ കാര്യമാണ് നിൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നീ ഞങ്ങൾക്കായി സ്വർഗം തുറന്നു തരികയും ചെയ്തു. ആയതിനാൽ എല്ലാ അധീശന്മാരോടും സ്വർഗത്തിലെ എല്ലാ മാലാഖമാരോടും സർവ്വവിശുദ്ധരോടും ഭദ്രാസന്മാരോടും ഒത്ത് ഞങ്ങളും ആലപിക്കുന്നു ഹോസാന, അല്ലെങ്കിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മനസ്സിലായോ ആമുഖഗീതി എവിടെയാണെന്നുള്ളത്, എവിടെയാണത്? അപ്പോൾ ആമുഖഗീതിയിലേക്കുള്ള ഒരുക്കമാണ് ആരാധനക്രമം കടന്നു വരുന്നത്. സ്തോത്രയാഗ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലേക്കാണ് ഈ ആമുഖഗീതി നമ്മളെ കൊണ്ടു ചെല്ലുന്നത്. മനസ്സിലായോ? സ്തോത്രയാഗ പ്രാർത്ഥന എന്ന 4-ാമത്തെ ശുശ്രൂഷയിലേക്ക്, സീറോ മലബാറിയത്തിലാണെങ്കിൽ അനാഫ്രെ എന്ന ശുശ്രൂഷയിലേക്ക്, അത് 4-ാമത്തെ ശുശ്രൂഷയാണത്. അപ്പോൾ ആ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപാണ് ഈ ആമുഖഗീതി. മനസ്സിലായി ഇപ്പോൾ എവിടെയാണ് ആമുഖഗീതിയൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ആമുഖഗീതിക്ക് ശേഷം സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. സ്തോത്രയാഗ പ്രാർത്ഥനയുടെ ഭാഗത്ത് ഏറ്റവും കാതലായ ഒരു ആരാധനക്രമത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗമാണ് അനാഫ്രെ അല്ലെങ്കിൽ സ്തോത്രയാഗ പ്രാർത്ഥന. അതായത് പരിശുദ്ധാത്മാവിനെ ബലിവസ്തുക്കളിലേക്ക് ക്ഷണിക്കുകയാണ് പുരോഹിതൻ, ബലിയർപ്പകൻ. അപ്പോൾ ആ ഭാഗം അവിടെ സഭ പറയുകയാണ്, സത്താഭേദം നടക്കുകയാണ്, സത്താഭേദം സംഭവിക്കുകയാണ്. ഒരു വസ്തു, ആ വസ്തുവിൻ്റെ പ്രകൃതി മാറ്റപ്പെടുന്നു. മനസ്സിലായോ? ഒരു വസ്തു അതിൻ്റെ പ്രകൃതി മാറ്റപ്പെടുന്നു. അപ്പോൾ ശരിക്കും അപ്പവും അല്ലേ, ഗോതമ്പപ്പവും വീഞ്ഞും. അപ്പോൾ ഈ പ്രകൃതികളുടെ
ഈ വസ്തുക്കളുടെ പ്രകൃതി മാറ്റപ്പെടുകയാണ് ഇവിടെ. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മളുടെ ഈ ചിന്താധാരയ്ക്കും നമ്മളുടെ ഈ ഗ്രഹണശക്തിക്കും, നമ്മളാകുന്ന മനുഷ്യൻ്റെ നമ്മുടെ ഈ ബുദ്ധിമണ്ഡലത്തിന് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റും ഈ സത്താഭേദം സംഭവിക്കുന്ന ഈ കാര്യത്തെ? അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ മാറ്റപ്പെടുന്നു. ഒരു വസ്തുവിൻ്റെ പ്രകൃതി മാറ്റപ്പെടുന്നു, അങ്ങനെ മറ്റൊരു വസ്തുവായിട്ടത് മാറും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലായില്ല എന്ന് തോന്നണം. മനസ്സിലായി? അന്നുണ്ടായിരുന്നവർക്കും ഇന്നുള്ളവർക്കും അത് ഒരുപാട് അത് മനസ്സിലായില്ല. അതെ, അങ്ങനെ ആ വെള്ളം വീഞ്ഞാക്കി മാറ്റും. അപ്പോൾ ആ വെള്ളത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രശ്നം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളത്തിൻ്റെ തന്മാത്ര, ആ തന്മാത്ര H2O അല്ലേ, ഹൈഡ്രജനും ഓക്സിജനും. വീഞ്ഞിൻ്റെ തന്മാത്ര CH3 CH2OH. അപ്പോൾ ഈ വെള്ളം എന്ന ഹൈഡ്രജനും ഓക്സിജനും എന്ന തന്മാത്രയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാൻ, അല്ലെങ്കിൽ CH3 CH2OH എന്ന് പറഞ്ഞ തന്മാത്രയിലേക്ക് മാറ്റാൻ ഭൂമിശാസ്ത്രത്തിന് പറ്റില്ല. ഭൂമിയിൽ ഒരു ശക്തിക്കും അതിന് കഴിവ് നിലവിലില്ല. മനസ്സിലായോ? അത് മാറ്റാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്? ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത്. അതായത് ഒരു വസ്തുവിനെ അതിൻ്റെ പ്രകൃതി മാറ്റി അതിൻ്റെ സത്ത മാറ്റുന്നു. ആ പ്രകൃതിയെ മാറ്റി അല്ലേ മറ്റൊരു സൃഷ്ടിയാക്കുന്നു, സത്ത മാറ്റുന്നു. അതിനെയാണ് സത്താഭേദം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മുൻ അവതരണമാണ് അതവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കാനായിലെ ഈ വെള്ളം വീഞ്ഞായി മാറിയതും ഒരു സത്ത അല്ലേ, ഒരു പ്രകൃതി മാറി അത് മറ്റൊരു വസ്തുവായി മാറുന്നു എന്നതുപോലെ തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും, അതായത് യേശുവിൻ്റെ മഹത്വീകൃതമായ തിരുശരീരവും തിരുരക്തവുമായി മാറ്റപ്പെടുന്നത്. അപ്പം ഇതിനേക്കാൾ വലിയ എന്ത് അത്ഭുതമാണ് നമുക്കിനി കാണാനും ലഭിക്കാനുള്ളത് ജീവിതത്തിൽ? നമ്മൾ മറ്റു പല അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്നുണ്ട്. നല്ല കാര്യം, അത് വേണ്ടാന്നൊന്നുമല്ല പറയണേ. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമാണ് ഓരോ ബലിപീഠത്തിലും ഓരോ ദിവസവും നടക്കുന്നത്, സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റത്ഭുതങ്ങളുടെ പുറകെ ചിലപ്പോൾ ഒരുപക്ഷെ ഓടിയില്ല എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊന്നും കൂടി സ്തുതിക്കാം. അപ്പോൾ അല്ലേ ആ സത്താഭേദം എന്താണ്? ഗോതമ്പപ്പവും വീഞ്ഞും എങ്ങനെ അത് പ്രകൃതി അല്ലേ അതിൻ്റെ സത്ത മാറി, അതിൻ്റെ പ്രകൃതി മാറി മറ്റൊരു വസ്തു ആയി മാറ്റപ്പെടുന്നു എന്നുള്ളത്. ആ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു ശ്രമം നടത്തിയതാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 2 കാനായിലെ കല്യാണം. അപ്പം അതെല്ലാം പ്രതീകാത്മകമാണെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. എന്ത്? ഈ കല്യാണ വിരുന്നും ആ വിവാഹ വീടും വിവാഹ വിരുന്നും എല്ലാം പ്രതീകാത്മകമാണ്. മനസ്സിലായോ? അപ്പം നമ്മളതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. മാതാവ് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെ ഒരർത്ഥം ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. മനസ്സിലായോ? പക്ഷേ അതിനേക്കാൾ വലിയ പരമമായ ഒരു വസ്തുത ആണ് എന്ത്? സത്താഭേദം.
അതിനെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു കർത്താവ് ഈശോ മിശിഹ. അവൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു കർത്താവ് ഈശോ മിശിഹ. അവൻ എന്തിനാണ് മനുഷ്യാവതാരം എടുത്തത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു കർത്താവ് ഈശോ മിശിഹ. അവൻ എന്തിനാണ് പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്ന രഹസ്യങ്ങളിലേക്ക് കടന്നതെന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു, മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയായിരുന്നു കർത്താവ് ഈശോ മിശിഹ. പക്ഷെ അതെല്ലാം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മളുടെ പോരായ്മ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സ്തോത്രയാഗ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്. 4ാമത്തെ ശുശ്രൂഷയിൽ അല്ലേ, അവിടെയാണ് ഈ സ്തോത്രയാഗ പ്രാർത്ഥന എന്ന ഭാഗത്തിലാണ് ലത്തീൻ ആരാധനക്രമത്തിൽ സ്തോത്രയാഗ പ്രാർത്ഥന. സീറോ മലബാർ റീത്തിലാണെങ്കിൽ എന്താണ് അനാഫ്ര നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 4ാമത്തെ ശുശ്രൂഷയിലാണ് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണവും എന്ന 4ാമത്തെ രഹസ്യം. 4ാമത്തെ രഹസ്യം എന്താണ്? പീഡാനുഭവം, കുരിശുമരണം. പിന്നെ 5ാമത്തെ രഹസ്യം എന്താണ്? ഉദ്ധാനം. അപ്പോൾ ഈ 4ാമത്തെ ശുശ്രൂഷയിൽ 4ഉം 5ഉം രഹസ്യം ആകുന്ന പീഡാനുഭവം, കുരിശുമരണവും ഉദ്ധാനവും. പീഡാനുഭവം, കുരിശുമരണവും എന്നുള്ളത് ഒറ്റ രഹസ്യമാണ് 4ാമത്തത്. 5ാമത്തെ രഹസ്യം എന്താണ്? ഉദ്ധാനം. അപ്പോൾ ഈ 2 രഹസ്യങ്ങളും 4ഉം 5ഉം ആകുന്ന ഈ 2 രഹസ്യങ്ങളും യേശുക്രിസ്തു അല്ലേ ലിറ്റർജിയിലെ ആ സ്തോത്രയാഗ പ്രാർത്ഥന അല്ലെങ്കിൽ അനാഫ്രെ എന്ന ഈ ശുശ്രൂഷയിൽ അനാവരണം ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ലത്തീൻ ആരാധനക്രമത്തിൽ ഇനി സ്വർഗ ആരോഹണം എന്ന രഹസ്യത്തിലേക്കാണ്, സ്വർഗാരോഹണം എന്ന രഹസ്യത്തിലേക്കാണ് സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ അല്ലേ തൻ്റെ ആരാധനക്രമം കടക്കുന്നത്. ഏതിലേക്കാണ്? സ്വർഗാരോഹണം എന്ന രഹസ്യത്തിലേക്ക്. ആ സ്വർഗാരോഹണം എന്ന രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്നത് ലത്തീൻ ആരാധനക്രമത്തിലെ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്ന് പുരോഹിതൻ ഉദ്ഘോഷിക്കുമ്പോഴാണ്. അത് സ്വർഗ ആരോഹണമാണ് യേശു ക്രിസ്തുവിൻ്റെ. ആരോഹണം എന്ന് പറഞ്ഞാൽ കയറുക. മനസ്സിലായോ? ആരോഹണം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം കയറുക. അപ്പോൾ സ്വർഗ ആരോഹണം, യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ ആരോഹണം. അപ്പോൾ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ എന്നുള്ള ആ പ്രാർത്ഥനാ വചസ്സുകൾ ഉദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ ആരോഹണം എന്ന രഹസ്യത്തെ, അതായത് എത്രാമത്തെ രഹസ്യമാണത് അല്ലേ? 5ാമത്തെ രഹസ്യം. 5ാമത്തെ രഹസ്യം ഇല്ലല്ലോ, 5അല്ലല്ലോ, 6ാമത്തെ രഹസ്യം അല്ലേ? സ്വർഗ ആരോഹണം 6ാമത്തെ രഹസ്യം. 6ാമത്തെ രഹസ്യത്തെ അനാവരണം ചെയ്യുന്നു, അതിൽ പുനർ ആവിഷ്കരിക്കുന്നു. ഇനി അടുത്ത ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. അനുരഞ്ജന ശുശ്രൂഷ അതായത് ഈശോ പറഞ്ഞു, കാണപ്പെടുന്ന നിൻ്റെ സഹോദരനെ നിനക്ക് സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ കാണപ്പെടാത്ത എന്നെ പിന്നെ നീ എങ്ങനെ സ്നേഹിക്കും, സ്വീകരിക്കും? അതായത് അനുരഞ്ജന ശുശ്രൂഷയുടെ ആ മഹത്വം മനസ്സിലായോ? അതായത് ശരിക്ക് എന്നെ എപ്പോഴും ചെറുതായിട്ട് ഭയപ്പെടുത്തുന്ന, ഞാൻ പരിഭ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു ആദി പിടിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ വ്യക്തിപരമായിട്ട് കേട്ടോ. ചെറിയൊരു പേടിയോടുകൂടിയാണ് ആ ശുശ്രൂഷയിലേക്ക് ഞാൻ കിടക്കുക. അനുരഞ്ജന ശുശ്രൂഷയുടെ ഭാഗം വരുമ്പോൾ 5ാമത്തെ ശുശ്രൂഷ എന്താണ് കാര്യമെന്ന് വെച്ചാൽ ആ ശുശ്രൂഷ അല്ലേ സമാധാനം, പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് കൈമാറുകയാണ്, നമുക്ക് നൽകുകയാണ്. അപ്പോൾ സമാധാനം എന്നത് ക്രിസ്തു തന്നെയാണ്. മനസ്സിലായി? സമാധാനം എന്നത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചെന്നല്ല, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മളിപ്പോൾ ആ പുരോഹിതൻ നൽകുന്ന സമാധാനം നമ്മൾ സ്വീകരിച്ച്, ക്രിസ്തു തന്നെയാകുന്ന സമാധാനം നമ്മൾ സ്വീകരിച്ച്, നമ്മൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് സമാധാനം കൊടുത്തിട്ട് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് നമ്മൾ തിരിയുമ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരുപക്ഷെ മിക്കപ്പോഴും എന്ത് സംഭവിക്കും? അദ്ദേഹം സമാധാനം തരില്ല.
അപ്പോൾ ഏതോ നമ്മളാണ് ആ സമാധാനം കൊടുക്കണേന്നുള്ളൊരു ചിന്താധാരയാണ് നമുക്ക്. നമ്മളെന്തോ കൊണ്ടുവന്നിരിക്കണു, ഈ സമാധാനം നമ്മൾ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ കൊടുക്കോളൂ, നമുക്കിഷ്ടമുണ്ടെങ്കിൽ കൊടുക്കോളൂ എന്നുള്ളൊരു ചിന്താധാര. ഇതൊരു പച്ചയായ രീതി അല്ലേ, ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് സാധാരണക്കാർ മനസ്സിലാവുന്ന രീതിയിൽ. ശരിയല്ലേ ഇത്? മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ശരിക്കും സമാധാനം കൈമാറുക എന്നുള്ളത്? ക്രിസ്തു തന്നെയാണ് സമാധാനം. ആ സമാധാനം കൈമാറുമ്പോൾ എന്താണ് അതിൻ്റെ അന്തസത്ത എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് യേശുക്രിസ്തു തന്നെയാകുന്ന സമാധാനം അത് മറ്റൊരാൾക്ക് നമ്മൾ കൈമാറുമ്പോൾ അതിലെ അന്തസത്ത ഇതാണ്: ക്രിസ്തു യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കൈമാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവെന്ന സമാധാനം തന്നെയായ ആ സമാധാനത്തെ നമ്മൾ കൈമാറുമ്പോൾ, നമ്മുടെ സഹോദരന് കൈമാറുമ്പോൾ, ക്രിസ്തു യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കൈമാറുന്നത്, പ്രഘോഷിക്കുന്നത്. അങ്ങനെയും കൂടി അർത്ഥമുണ്ട്. സമാധാനം നിങ്ങളോടുകൂടെ, ആ സമാധാനം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അത് നൽകുമ്പോൾ, അപ്പം അതത് വേണ്ട, അതിൻ്റേതായ ഒരു ആഴമായ അതിൻ്റെ ആ ആരാധനക്രമം എങ്ങനെയാണോ അത് അത് അർപ്പിക്കപ്പെടേണ്ടത്, ആ സമാധാനം നൽകൽ, ആ അർത്ഥത്തിൽ തന്നെ നമ്മളത് നൽകാൻ ബാധ്യസ്ഥരാണ്. 5ാമത്തെ ശുശ്രൂഷയാണ് അനുരഞ്ജനം. അപ്പം എന്താണ് ഇപ്പം ഈ സഹോദരന്മാരുമായിട്ട് നമ്മൾ അനുരഞ്ജനത്തിലായാലല്ലേ നമുക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അടുത്ത ശുശ്രൂഷ എന്താണ്? അടുത്ത ശുശ്രൂഷയാണ് ദൈവ ഐക്യ ശുശ്രൂഷ, 7ാമത്തെ ശുശ്രൂഷ. മനസ്സിലായോ? ദൈവ ഐക്യ 6ാമത്തെ ശുശ്രൂഷ ദൈവ ഐക്യ ശുശ്രൂഷ. 5ാമത്തെ ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. അപ്പം 6ാമത്തെ ശുശ്രൂഷ ദൈവ ഐക്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 7ാമത്തെ രഹസ്യമാണ് അവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. എന്താണ് 7ാമത്തെ രഹസ്യം? സ്വർഗ അവരോഹണം. സ്വർഗ ആരോഹണം 5ാമത്തത് അല്ലേ? അപ്പം അത് കയറുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരോഹണം കയറുക എന്നതാണെങ്കിൽ അവരോഹണം ഇറങ്ങുക എന്നതാണ് അർത്ഥം. അപ്പോൾ എന്താണ്? ക്രിസ്തു അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളുമായിട്ട് ഒന്നാകാൻ അല്ലേ, അവൻ്റെ ഗോതമ്പപ്പത്തിലൂടെ അല്ലേ, അവൻ്റെ തിരുശരീരത്തിലൂടെ അവൻ നമ്മളുമായിട്ട് ഒന്നാകും. അപ്പോൾ അതാണ് ആ ദൈവ ഐക്യ ശുശ്രൂഷ. അപ്പോൾ ആ ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക്, സ്വർഗ അവരോഹണത്തിലേക്ക് നമ്മൾ ആ രഹസ്യത്തിലേക്കൊക്കെ കടക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ പക്കയായിരിക്കണം അല്ലേ, കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത രഹസ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ആരാധനക്രമത്തിൽ? ഇതൊക്കെ വലിയ ചിന്തയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. മനസ്സിലായോ? വലിയ കാര്യമാണത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യോഗ്യരാക്കപ്പെടേണ്ട അടുത്ത ശുശ്രൂഷ അല്ലേ? ഈ ഒരു ശുശ്രൂഷ നമ്മുടെ യോഗ്യത കൊണ്ടിട്ടൊന്നുമല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്കിടയായിരിക്കുന്നത്. അതിനുള്ള യോഗ്യത വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാനേ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ, നിന്റെ കാണുന്ന അല്ലേ, നിന്റെ സഹോദരനോട്, കാണപ്പെടുന്ന നിന്റെ സഹോദരനോട് നീ അനുരഞ്ജനപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു അല്ലേ ക്രിസ്തുവിൻ്റെ സമാധാനം നേരാമണ്ണം നമുക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാൻ പറ്റുക, ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പറ്റുക, സ്വർഗ അവരോഹണം എന്ന അവൻ്റെ രഹസ്യത്തിലേക്ക് കടക്കാൻ പറ്റുക? അപ്പോൾ എത്ര ശുശ്രൂഷകളായി? 6 ശുശ്രൂഷകളായി അല്ലേ? ദൈവ ഐക്യ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ 6ാമത്തെ ശുശ്രൂഷയാണ്. 7ാമത്തെ രഹസ്യമാണ് എന്ത്? സ്വർഗ അവരോഹണം. അപ്പോൾ ഈ ദൈവ ഐക്യ ശുശ്രൂഷയിലാണ്. ഇനി 8ാമത്തെ രഹസ്യമാണ് അവൻ്റെ 2ാം വരവ്. അപ്പോൾ ഓരോ വിശ്വാസിയും സംബന്ധിച്ച് ഓരോ ബലിയർപ്പണവും
അവൻ്റെ രണ്ടാം വരവിലേക്കുള്ള ഒരുക്കമാണ്. മനസ്സിലായി? ഓരോ വിശ്വാസിയും ഒരുക്കുകയാണ് ഓരോ ബലിയർപ്പണത്തിലൂടെയും. ഓരോ വിശ്വാസിയെയും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് ഒരുക്കുകയാണ്. വിശ്വാസിയെ മാത്രമല്ല, സഭ തന്നെയും അങ്ങനെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? സഭ തന്നെയും അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഭ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? മാറാനാഥ, കർത്താവായ യേശുവേ വേഗം വരണമേ. അപ്പോൾ ഈശോ എന്ത് പറയും? അപ്പോൾ ഈശോ ഇല്ലേ, ഈ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ ഈശോ എന്തായിരിക്കും പറയാം? മാറനത്ത, അതായത് ഞാൻ വന്നു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരാനിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ചത്. അത് രണ്ടാമത് വരാനിരിക്കുന്ന ക്രിസ്തു തന്നെയല്ലേ ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ വന്നിരിക്കുന്നത്? ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ? ആ ക്രിസ്തുവിനെയല്ലേ നമ്മളിപ്പോൾ സ്വീകരിച്ചത് ഈ കുർബാനയിലൂടെ, ഭക്ഷണവും പാനീയവുമായിട്ട്. മനസ്സിലായോ? അപ്പോൾ സഭ തന്നെയും പ്രാർത്ഥിക്കുന്നു മാറാനാത്ത. അപ്പോൾ ഈശോ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകണം എന്താ? മാറനത്ത, അതായത് ഞാൻ വന്നു കഴിഞ്ഞല്ലോ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും രഹസ്യങ്ങളല്ലേ, 7 ശുശ്രൂഷകളും 8 രഹസ്യങ്ങളും. അപ്പോൾ ഇത് എനിക്കറിയില്ല, നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നമ്മുടെ ബലിയർപ്പണത്തിന് കഴമ്പുണ്ടാവും, അല്ലേ? ഒരാധ്യാത്മിക കഴമ്പ്, കാതലുണ്ടാവും. അപ്പം അത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആരാധനക്രമത്തിൽ എന്ത് സംഭവിക്കില്ല? അജ്ഞത ഉണ്ടാവില്ല. ഇല്ല, ഈശോ പറഞ്ഞു എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം അല്ലെ, ലൂക്കയുടെ സുവിശേഷത്തിൽ, അല്ലെ മത്തായുടെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞു? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റണേ. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റ. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം കേട്ടോ. എന്തായിരുന്നു? ഉണ്ടോ? മത്തായി 22:29. മത്തായി 22:29 യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മത്തായി 22:29. ഇനി മർക്കോസ് 12:24. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതായത് നമ്മൾക്ക് തെറ്റുപറ്റുന്നത് എന്നും കൂടി ഞാനിപ്പോൾ എന്നോട് തന്നെയാണ് അത് പറയുന്നത് കേട്ടോ, അല്ലേ? എനിക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ.